ആരാധിച്ച് മഹത്വപ്പെടുത്തുകയും ചെയ്യാം. നമുക്കായിരിക്കുന്ന സ്ഥാനങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോട്, പൂർണ്ണ ശക്തിയോടെ കർത്താവെ നമുക്ക് ആരാധിക്കാം. നമുക്കതിനായിട്ട് മുമ്പ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ, സ്നേഹനിധി മിസ്രയ്ക്ക് നല്ല പിതാവേ അപ്പ, ഈ സമയത്തിനായി കർത്താവെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു യേശുപ്പ. ഹല്ലേലൂയ. സന്ധ്യാസമയത്ത് കർത്താവെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നെന്ന കൃപയ്ക്കായി യേശുപ്പ നന്ദി പറയുന്നു കർത്താവെ. പരിശുദ്ധാത്മാവിനാൽ അപ്പ ഓരോ മക്കളെ അപ്പം നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുപ്പ. വചനം പറയുന്നത് പോലെ 2-3 പേര് നാമത്തിൽ എവിടെ കൂടുന്നു അവരുടെ മധ്യത്തിൽ യേശുപ്പ അങ്ങയുടെ സാന്നിധ്യമുള്ള കൃപയ്ക്കായി നന്ദി പറയുന്നു യേശുപ്പ. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുമ്പോൾ, അങ്ങേ മഹത്വപ്പെടുത്തുമ്പോൾ യേശുപ്പ പരിശുദ്ധാത്മാവിൻ്റെ ആ വിലയേറിയ സാന്നിധ്യം കർത്താവെ അങ്ങ് കൂടെ ഉണ്ടാകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റു ചിന്തകളെല്ലാം കർത്താവെ അങ്ങ് മാറ്റിവെച്ചുകൊണ്ട് കർത്താവെ അങ്ങയുടെ മുഖത്തെ നോക്കിക്കൊണ്ട് കർത്താവെ അങ്ങ് ആരാധിക്കുവാൻ അപ്പ അങ്ങ് സഹായിക്കണമെന്ന് നിന്റെ കൃപയെത്ര വിചിത്രമാഹോ, പാത്രതയേതുമില്ല നിന്റെ കൃപയെത്ര വിചിത്രമാഹോ. വാനദൂതങ്ങൾ മനോഹര ഗാനങ്ങളാൽ സതതം വാനദൂതഗണങ്ങൾ മനോഹര ഗാനങ്ങളാൽ സതതം ഊനമെന്നി പുകഴ്ത്തി സ്തുതിക്കുന്ന വാനവനെ നിനക്ക്. ഊനമെന്നി പുകഴ്ത്തി സ്തുതിക്കുന്ന വാനവനെ നീയൊഴികെ ഞങ്ങൾക്ക് സുരലോകയാരുള്ളു ജീവനാഥ. ഞങ്ങൾക്ക് സുരലോകയാരുള്ളു ജീവനാഥ. നീയൊഴികേഹത്തിൽ മറ്റാരുമില്ല ഗ്രഹിപ്പാൻ പരനീ. നീയൊഴികേഹത്തിൽ മറ്റാരുമില്ല ഗ്രഹിപ്പാൻ പരനീ. വന്ദനമീശുപര വന്ദനമീശുപര നിനക്കെന്നും വന്ദനമീശുപര. വന്ദനമീശുപര നിനക്കെന്നും വന്ദനമീശുപര. വന്ദനം ചെയ്യുന്നു നിന്നെ
തിരുനാമത്തിനാദരവായി വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവായി വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവായി. ഓ ഹല്ലേലൂയ കർത്താവേ, ഈശോപ്പ ഹല്ലേലൂയ. അങ്ങയുടെ സന്നിധിയിൽ കർത്താവേ ഞങ്ങൾ കടന്നു വരുന്നു ഈശോപ്പ ഹല്ലേലൂയ. അങ്ങ് എത്ര നല്ലവനായ ദൈവം. ഹല്ലേലൂയ കർത്താവേ. കർത്താവേ എത്ര നല്ലവനായ ദൈവം. എൻ്റെ ആവശ്യങ്ങളെ കർത്താവെ അറിയുന്ന കർത്താവെ അങ്ങ് അടുത്ത സഹായകൻ എൻ്റെ യേശുവാണ് കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. എന്നെ കരുതുന്ന കർത്തൻ. ഹല്ലേലൂയ കർത്താവെ. നമുക്ക് ആ ദൈവത്തെ കരങ്ങളെ അടിച്ച് സന്തോഷത്തോടു കൂടി കർത്താവെ നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും, ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്, എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് മനോവേദന പല ശോധന മമ ജീവിത പാതയത്, മനോവേദന പല ശോധന മമ ജീവിത പാതയത്. മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മറുചാരി ഞാൻ ആശ്വസിക്കും, മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മറുചാരി ഞാൻ ആശ്വസിക്കും. അതുകൊണ്ട് നമ്മൾ പാടും ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ, എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു എന്റെ ആയുസ്സിൽ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി, എന്റെ ആയുസ്സിൽ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ, ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ.
ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായ എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായ എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. അതുകൊണ്ട് നമ്മൾ പാടും ഹല്ലേലൂയ, ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം ശക്തിയായി, യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം ശക്തിയായി, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം ശുദ്ധിക്കായി, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ രക്തം കഴുകലായി, യേശുവിൻ നാമത്തിൽ. യേശുവിൻ രക്തം ശുദ്ധിക്കായി, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ രക്തം കഴുകലായി, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. ഹല്ലേലൂയ, ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. നീങ്ങിപ്പോയി, നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായ എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായ എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. ഹല്ലേലൂയ, ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ
സർവശക്തനായവനെ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. ആമേൻ. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ കർത്താവെ ഞങ്ങൾ ആരാധിക്കും. ഹല്ലേലൂയ ഞങ്ങൾ വാഴ്ത്തിടും, കാരണം സർവശക്തനായ ദൈവം ഹല്ലേലൂയ അങ്ങാണ് ഈശോപ്പ. ഹല്ലേലൂയ കർത്താവെ, വചനത്തിൽ പറയുന്നത് പോലെ നീങ്ങിപ്പോയ എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയ എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായ എൻ്റെ രോഗങ്ങൾ. ആരെങ്കിലും കർത്താവെ രോഗത്തിലായി കിടക്കുന്നവരുണ്ടെങ്കിൽ കർത്താവെ വചനത്തിൽ പറയുന്നത് പോലെ, പാട്ടിലൂടെ പറയുന്നത് പോലെ യേശുവിൻ നാമത്തിൽ കർത്താവെ അങ്ങ് സൗഖ്യമുണ്ട് കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾ പാടും, ഹല്ലേലൂയ ഞങ്ങൾ പാടിടും, യേശുവിൻ ഞാൻ ആരാധിക്കും, ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും. കാരണം എന്താ? സർവശക്തനായ ദൈവം. ഹല്ലേലൂയ ഈശോപ്പ, നമുക്കത് വിശ്വസിച്ച് നമുക്ക് ഓരോരുത്തർക്കും അത് വിശ്വസിച്ച് എടുക്കാം. ഹല്ലേലൂയ കർത്താവേ, കർത്താവേ ഹല്ലേലൂയ. കർത്താവെ അങ്ങയുടെ വലിയ സാന്നിധ്യം കർത്താവെ അങ്ങ് ഉണ്ടായ കൃപയ്ക്കായി നന്ദി പറയുന്നു ഈശോപ്പ. ഓരോ മക്കളെയും കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോപ്പ. കർത്താവെ ഹല്ലേലൂയ. കർത്താവെ ശുശ്രൂഷ ചെയ്യുന്ന ഇന്ന് വചനം ശുശ്രൂഷ ചെയ്യുന്ന കർത്താവെ പാസ്റ്റേഴ്സിനെയും കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അങ്ങയുടെ സാന്നിധ്യം ഉടനീളം കർത്താവെ അങ്ങ് ഉണ്ടാകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോപ്പ. ഹല്ലേലൂയ. സകലവും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാ കണ്ണുകളും അടച്ചിട്ട് ഇന്ന് രാത്രിയിലും മാറ്റമില്ലാത്ത ദൈവവചനം നമ്മുടെ ഹൃദയ പലകയിലേക്ക് ഇറങ്ങി വന്ന് കീറി മുറിച്ച് നമ്മുടെ ഹൃദയങ്ങളെ മാനസാന്തരത്തിലേക്ക് മാറ്റി അനുതാപത്തിലേക്കും ആ സ്വർഗീയ വചനം, നിത്യമായ വചനം നമ്മുടെ ഹൃദയത്തിൽ വാസമാക്കി തീർക്കേണ്ടതിനും ഇന്ന് രാത്രി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകൾ അടച്ചിട്ട് അല്പസമയം എല്ലാ തരങ്ങൾ തുറന്ന് അന്യഭാഷ ദൈവത്തോട് സംസാരിച്ച് അല്പസമയം എല്ലാവരും നമ്മൾ ലോകത്തു നിന്നും ഓടി വന്നവർ നമ്മളെല്ലാവരും. അതുകൊണ്ട് ഹൃദയം അല്പം തണുത്തിരിക്കുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ ചൂടായിരിക്കുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആകുല ചിന്തകളും ഭാരങ്ങളുമായിട്ട് നമ്മുടെ കർത്താവ് ഹൃദയം കലങ്ങിയിരിക്കാൻ സാധ്യത ഏറെ ഉള്ളതുകൊണ്ട് അല്പസമയം ആദരങ്ങൾ തുറന്ന് കർത്താവിനോട് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓറാ ഖബാസ്വിഖേരി അറാംധേരി അരിഗതരഗജനഹസിയ ചുടബുദുരിബിരിബിരിഗജനഹസിയ. ഇന്ന് രാത്രിയിൽ മാറ്റമില്ലാത്ത ദൈവവചനം ഞങ്ങൾ ഗ്രഹിക്കേണ്ടതിന് പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആത്മാവിൻ്റെ വരങ്ങളാൽ കർത്താവേ, ആത്മാവിൻ്റെ കർത്താവേ ഭാഷ വരത്താൽ ഇന്ന് രാത്രി ഞങ്ങൾ നിന്നോട് സംസാരിക്കുകയാണ്. ആത്മാവിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് മർമ്മങ്ങളെ സംസാരിക്കുന്നുവല്ലോ. ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ ശാന്തമാക്കി തരുവാൻ തക്കവണ്ണം നിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം നടുവിൽ ഞങ്ങളുടെ ഉള്ളത്തിൽ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ നടുവിലുള്ള കൃപക്കായി സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. റബഖമാസ്വഖേരിയ റംതേ ഹസിയൻ ചുടബദുരിബിരിബിരിഗജനഹസിയ ഋഗദരഗജനഹസിയൻ ചുടബദുരിബിരിബിരിഗജനഹസിയ ഋഗാലബാലഗദരഗജനമമനഗദരഗജനഹസിയം റംധേരിയ റംധേരിയ ഋഗദരഗജനഹസിയ ചുടബദുരിബിരിബിരിക്കുന്ന രാത്രിയിൽ ആത്മാവിൽ കർത്താവ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭാഷാവരങ്ങളെ ഞങ്ങൾ കർത്താവ് കൈകാര്യം ചെയ്യുമ്പോൾ, ഞങ്ങൾ വ്യാപാരം ചെയ്യുമ്പോൾ കർത്താവേ അത് ഞങ്ങൾക്ക് ആത്മീയ വർധനവ് വരുത്തുമെന്ന് ഞങ്ങൾ അറിയുകയാണ്. ഞങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് വളരെ വിശ്വസ്തയോടെ വിലയേറിയ കർത്താവ് നിധികളെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയതിനെല്ലാം കർത്താവ് ഞങ്ങൾക്ക് വ്യാപാരം ചെയ്യുവാൻ ഇന്ന് രാത്രിയിൽ കർത്താവ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അന്യഭാഷ വരത്താൽ ഞങ്ങൾ നിന്നോട് സംസാരിച്ചു തുടങ്ങുകയാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയം ശാന്തമായി തീരേണ്ടതിന് പരിശുദ്ധാത്മാവേ നീ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് വാസം ചെയ്ത് ഞങ്ങളുടെ ഹൃദയമെല്ലാം ശാന്തമാക്കി തീർക്കേണ്ടതിന് ഇന്ന് രാത്രി എല്ലാ ഹൃദയങ്ങളോട് സംസാരിക്കണമേ. പിതാവേ നിന്റെ സ്പർശനം അനുഭവിച്ചറിയേണ്ടതിന് ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവിൻ്റെ സ്പർശനം ഇത് ആത്മാവിൽ രുചിച്ചറിയേണ്ടതിന് ഞങ്ങൾ ദൈവമക്കളെന്ന് വിളി കേൾക്കേണ്ടതിന് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കേണ്ടതിന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവേ എല്ലാ ഹൃദയങ്ങളും സംസാരിക്കണമേ. ഹല്ലേലൂയ. ഓ ഋഗദരഗജനഹസിയ ചുടബദുരിബിരിബിരിഗജനഹസിയ ഋഗദരഗജനഹസിയ ചുടബദുരിബിരിബിരിഗജനമമല റംദേ ഹസിയ ചുടബദുരിബിരിബിരിഗജനമമലഗദരഗജ ഋഗദരഗജനഹസിയ
ഞങ്ങളുടെ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഉള്ളത്തോട് സംസാരിക്കണമേ, ശാന്തമാക്കി തീർക്കണമേ ഞങ്ങളുടെ ഭാരങ്ങൾ, ഞങ്ങളുടെ രോഗത്തിനെ കുറിച്ച് ആകുല ചിന്തകൾ മറ്റെല്ലാം ഇന്ന് രാത്രി ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിയിട്ട് അങ്ങയുടെ സ്പർശനം അനുഭവിക്കത്തക്കവണ്ണമുള്ള വിശുദ്ധമേറിയ സാന്നിധ്യം ഞങ്ങളുടെ ഉള്ളങ്ങളിൽ അനുഭവിച്ചറിയാൻ തക്കവണ്ണം മറ്റേതിനേക്കാളേറെ അങ്ങയെ സ്നേഹിക്കുന്ന സേവിക്കുന്ന വണ്ണം കർത്താവ് ഇന്ന് വചനത്തെ സ്നേഹിക്കുന്ന അനുഭവങ്ങളൊക്കെ ഇന്ന് രാത്രി ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാൻ. ഹല്ലേലൂയ. എല്ലാ തരങ്ങൾ തുറന്ന് എല്ലാവരും ആരും മൗനമായിരിക്കേണ്ട. ഭാഷാപരമില്ലാത്തവർ അവരവരുടെ കർത്താവ് ഭാഷയിൽ ദൈവത്തോട് സംസാരിച്ചോട്ടെ. ആഗ്രഹത്തോടെ സംസാരിച്ചാൽ ഇന്ന് രാത്രിയിൽ കൃപാവരങ്ങൾ നിറയ്ക്കാൻ കഴിവുള്ളവൻ നമ്മുടെ നടുവിൽ തന്നെയുണ്ട്. കർത്താവ് പരിശുദ്ധ സഭയെ ഇവിടുന്ന് കർത്താവ് കൊണ്ടുപോകുന്ന ആ സമയം വരെയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും, ദൈവസഭയിൽ ഉണ്ടായിരിക്കും. ഇന്ന് രാത്രി ചോദിക്കുന്നവർക്ക് നിറച്ചു തരാൻ കഴിവുള്ള ദൈവത്തിന്റെ സാന്നിധ്യം, അവന്റെ ആത്മാവ് ഇന്ന് രാത്രിയിലും നമ്മുടെ അരികിൽ തന്നെയുണ്ട്. നമ്മളെ കൃപാവരങ്ങളാൽ നിറച്ചെടുത്ത്, ആത്മാവിന്റെ ശക്തിയാൽ നിറച്ചെടുത്ത് അവന്റെ രാജ്യം പണിയേണ്ടതിന് ഇന്ന് രാത്രിയിലും ആഗ്രഹിക്കുന്നവരുടെ ഉള്ളത്തിൽ കർത്താവ് അധികമായി തരുന്ന ചോദിപ്പിൻ, ഞാൻ അധികമായി തരാമെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഓരോ ഹൃദയത്തോട് സംസാരിക്കട്ടെ. ഇന്ന് അധികമായി ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് വാഴട്ടെ. ഹല്ലേലൂയ. ഇതൊരു ട്രെയിനിങ് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. ഈ ആയുസ് ഓരോ ദിവസവും ട്രെയിനിങ്. പരിശുദ്ധാത്മാവിന്റെ കരം പിടിച്ചുകൊണ്ട് ആത്മമണ്ഡലങ്ങളിലേക്ക് ഇറങ്ങുകയും ആത്മാവിൽ പോരാടുകയും ചെയ്യുന്ന ദൈവ കുഞ്ഞുങ്ങളുടെ പ്രാക്ടീസ് ഉള്ള സ്ഥലമാണ് ഈ ഭൂമി. അവൻ ജഡത്തിൽ ജീവിക്കുമ്പോൾ, ശരീരത്തിൽ ജീവിക്കുമ്പോൾ അവൻ പരിശുദ്ധാത്മാവിന്റെ കരം പിടിച്ച്, ഒരപ്പന്റെ കരം പിടിച്ച് മക്കൾ നടക്കുന്നത് പോലെ, അപ്പൻ മക്കളെ അഭ്യസിപ്പിക്കുന്നത് പോലെ രാത്രിയിലും ആത്മാവിന്റെ സാന്നിധ്യം അഭ്യസിച്ചെടുക്കേണ്ടതിന് പരിശുദ്ധാത്മാവേ, നിന്റെ സാന്നിധ്യം ഇവിടെ വന്ന് എല്ലാവരെയും മൂടുവാൻ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്, യാചിക്കുകയാണ്. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ആത്മാവിൽ തൊട്ടനുഭവിക്കുന്ന സാന്നിധ്യം, സ്പർശനീയമായ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ അനുഭവിച്ചറിയുന്ന ദൈവ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചൂടമധുര ബിരിബിരികശന ഹസിയം കമല മധുര ബിരിബിരികശന ഹസിയ റിഗതരകശനഹസിയം ചുടമധുര ബിരിബിരികശന ഹസിയം റിഗതരകശനഹസിയം ചുടമധുര ബിരിബിരികശന മമനാങ്കമൈസേ റിഗാലബാലഗതരകശനഹസിയം ചുടമധുര ബിരിബിരിബിരി രാംധേ ഹസിയം ചുടമധുര ബിരികശന ഹസിയ. ഇന്ന് രാത്രിയിൽ സ്വർഗത്തിന്റെ ആത്മാവേ, ഓരോ കൃപാവരങ്ങൾ കൊടുക്കേണ്ടവർക്ക് കൊടുക്കുവാൻ കഴിവുള്ള ആത്മാവേ, ഓരോരുത്തരെ കർത്താവേ നിനക്ക് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് അറിയാവുന്ന സ്വർഗത്തിന്റെ ആത്മാവേ, ഇന്ന് രാത്രി ഓരോരുത്തരും സംസാരിക്കണമേ. ഓ രാഖാബാസേ കേറിയ Ramtoko Rokomase Rigataragasanahasin Chudabudi Bidi Rakolaga Kavarama Sekeria Chudabudi Bidi and Kabalamadu Bidi Chudabadagasanahasin and Kabalamadu Bidi Ramte Hasi and Kabalamadu Bidi Yangal Atma will Jenicha Makala Atma in the son of the Manibavi Kendana Nuratri Arkangil Manibavikan Kariadurikan the Vengil Nuratri Atma in the son of them ആത്മാവിന്റെ പ്രമാണത്തിന് കീഴിൽ ജീവിക്കുവാൻ കഴിയാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ രാത്രി ആത്മാവിന്റെ പ്രമാണത്തിന് കീഴിൽ നടത്തി അപ്പൻ മക്കളെ നടത്തുന്നത് പോലെ അഭ്യസിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം രാത്രി ഓരോ ഹൃദയത്തിൽ പ്രാപിച്ചെടുക്കേണ്ടതിന് രാത്രി ഹല്ലേലൂയ ഓരോ ഹൃദയങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരിക്കണമേ. ഓ റബാഖബാസ്കേരിയ റുഗിതരകചനഹസിയ അമേ ഓ റബാഖബാസേ ചുടബദുരി ബിരി ബിരി ഗസനഹസിയ കബലമദുരി ബിരി ബിരി റുഗിതരകചനഹസിയ ചുടബദുരി ബിരി ബിരി ഗസ. ഓ ഹല്ലേലൂയ മാസേ അഗുറബാഖബാസ്കേരി റുഗിതരകചനഹസിയ ചുടബദുരി ബിരി ബിരി ഗസനഹസിയ രാംതേ ഹസിയ കബലമദുരി ബിരി ബിരി ഗസന അഗുലബരബരകചനഹസിയ കബലമദുരി ബിരി ബിരി ഗസനഹസിയ Amsoramaskeria Rigadaraganahasiam Jeraham Deriam Deria Chudabadu Biriganahasiam Chudabadu Biri Amteram de Hasikeria Rigadaraganahasiam Chudabadu Biriganamaram Ramde 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 Amde Amdi Kesia
ഉറിഗദരഗജനമമനെ റംദുകോരഹസിക്കേരി ഉറിഗദരഗജനഹസിയം ചുടബദിരിബിരിബിരി റംദുരഹസിക്കേരിയ ഉറിഗാലഗാലഗരഗദരഗദരഗദരഗജനമമന റംശിക്കേരഹസിയേരി ഹസിക്കേര ഹസിക്കോട ഉറിഗദരഗജനമമനഗദരമമന റംധേ റംധേ റംധേ. ഓ സാഖാരാമസ്വഖേരിയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവേ ഓരോ ഹൃദയത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കണമേ. ഇന്ന് രാത്രി തൊട്ടനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം ഞങ്ങൾ 2024 ദൈവത്തിന്റെ ആത്മാവിന്റെ കരം പിടിച്ച് നടക്കുന്ന ദൈവസാന്നിധ്യമുള്ള മക്കളായി ഏത് പാറയെയും ഉടക്കുന്ന, ഏത് മലകളെയും ചാടിക്കടക്കുന്ന, ഏത് പരീക്ഷകളെയും ജയിച്ച് തോൽപ്പിച്ച് അടക്കി വാഴുന്ന, ഏത് പാപത്തെയും ജയജീവൻ നടത്തുന്ന ഒരു ജയാളിയായി ഏത് പാപത്തിന്റെ ചേറ്റിൽ കിടന്നാലും ഒരു നീതിമാൻ 7 വട്ടം വീണാലും ചാടി എഴുന്നേൽക്കുന്ന ദൈവ കരുത്തുള്ള ആത്മാവിന്റെ കരുത്തുള്ളവരായി തീരേണ്ടതിന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവേ സംസാരിച്ചു കൊണ്ടിരിക്കണമേ. ഓ സാഖാബാസഖേരി ഉറിഗദരഗജനഹസിയം ചുടബദിരിബിരിബിരിഗജനഹസിയം ഉറിഗദരഗജനഹസിയം ചുടബദിരിബിരിബിരി അംസേഖേരഹസിയം ദ്വേരി അംദേരി അംദെഖേരെ അംദേരിയ ചുടബബരഗദകരഗജാലഗദാരഗനാലഗന ഔർ ഓ ലഗലഗദകരഗദാലഗന റംധുബരം ധുബരം ധവരം ധുബരഗദാലഗന ഓ ശബലം ധുബരംഗബ ധവരം ധുബരം ധുബരഗദാലഗന. രാത്രി അടങ്ങാത്ത ദൈവ സാന്നിധ്യത്തിന്റെ വലിപ്പം ഞങ്ങൾ അറിയുന്നു കർത്താവേ. സ്വർഗത്തിൽ പോലും ഒതുങ്ങാത്ത ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങളുടെ ഉള്ളത്തിൽ മനുഷ്യപുത്രന്മാർ ദൈവപുത്രന്മാരായ ഞങ്ങളുടെ മുന്നിൽ ഇന്ന് രാത്രി ഒതുങ്ങാത്ത ദൈവ സാന്നിധ്യം ഓരോ ഹൃദയങ്ങളെയും മൂടുന്ന കൃപക്കായി സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ശബഖബസഖേരിയ ചുടബദുരിബിരിബിരിഗജനമമനഗദരഗജനഹസിയം അംധേരഗരം ധേരം ധേയം ചബരം ധവരം ധേരഗദേ. ഓ ശഗലഗദാരഗന ദഗരാ ദഗരാ ജഗരഗദാലഗന ഓ ക്ഷമരം ധുവരം ധുവരം ദേ. ഓ രം ദിഖേടിഗരം ധേരം ദേ. ഓ രവരാരം ദ്വിപരാധിക തവരാധേരഗലേലഗലേ ശിഖലഗദാരഗനാലഗലഗലം ധുവ ശുഭരഗദാലിഗലഗലം ധേരേ ദേ. ഗോരാധേരം ദേ ശബലാധികരഗദേ ഗോരീദാലാദാലാബാലാബാ ശിഖലഗദഗരഗനാലിഗന ധേരഗദഗലിഗജാലിഗനാലം ധുവ ശബലം ധുവ ശഗരഗദാലിഗന ശിഖരേ ധേരഗനേ ദഗരിഗദാലിഗനവലം ധേരഗനേ. ഓ ശഗലാദ ശഗലാദ ധേരേദഗരിഗദാലിഗനാദവരം ധുവരം ദേ. കർത്താവേ പരിശുദ്ധാത്മാവേ ചലിക്കട്ടെ. ഓരോ ഹൃദയത്തിനകത്തും അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കട്ടെ. ഞങ്ങളോട് യാചിക്കുകയാണ് രാത്രി. ആ വലിപ്പമേറിയ സാന്നിധ്യം ഞങ്ങൾ ചോദിക്കുകയാണ്. ഞങ്ങൾ ഒട്ടനവധി പാപത്തിന്റെ ചേറ്റിൽ പക്ഷേ കർത്താവ് ജയിക്കാൻ കഴിയാത്ത അനുഭവങ്ങളിലുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവേ ഓരോ ഹൃദയത്തോട് സംസാരിക്കട്ടെ. ഓ വലിപ്പമുള്ള അളക്കാൻ കഴിയാത്ത സ്വർഗത്തിന്റെ അളവ് ഇന്ന് രാത്രി ഓരോ മൺകൂടാരത്തിനകത്തേക്ക് ഇറങ്ങി വന്ന് ഓ ഓ ശാലാധാരാധ തവരാധികരഗദേ ദൗരം ധുവരം ധുവരദാരഗദ ശഗരീദ ശഗലേദേ ദേരേദേ ശാലാധാരഗനാലഗന ധുവരം ധുവരം ദേ. ഓ ശാലാഗാലാബാലാബാ. അന്യഭാഷകളിൽ അന്യഭാഷകൾ അല്പസമയം ഈ ക്രിസ്ത്യ ജീവിതം പരിശുദ്ധാത്മാവിന്റെ കരങ്ങൾ പിടിച്ച് നടക്കുന്ന ഒരു കുഞ്ഞ് അപ്പന്റെ കരം പിടിച്ച് ഈ ലോകത്തിൽ ജീവിക്കുവാൻ പഠിക്കുന്നത് പോലെ ഇന്നു രാത്രി ആത്മാവിന്റെ കരം പിടിച്ചുകൊണ്ട് ഇന്നു രാത്രി ശീലിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ പോലെ ആവട്ടെ. എല്ലാ ആത്മമണ്ഡലങ്ങൾ ഉടഞ്ഞിട്ട് സ്വർഗത്തോട് കരങ്ങൾ ചേർത്ത് പിടിക്കുന്ന അനുഭവങ്ങളൊക്കെ സ്വർഗീയ ദർശനമുള്ളവരായി തീരുവാൻ ഇന്നു രാത്രി ആ സ്വർഗത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഓ ഹല്ലേലൂയ. ഓ ശബരം ധവരീദ ഗോരിന്ധവരാദിഗലഗലേ ശിഖരാദ തവരീദാലഗനാലഗനഗലം ശുഭരം ദേ ലഗരഗദാലഗനാലഗനാലം ധുവ ശുഭലീദാലഗനഗലം ധേരഗലേ. ഓ ശാ ദാരാബാരാബാ ധേരം ദേ ധേരം ദേ ശേലം ദേ ശവരഗദാ ഗോരഗദാലിഗനഗലീജാ ഗവരീദഗരഗദാലഗന. ഇന്ന് രാത്രി ആത്മാവിലേക്ക് ഞാൻ കടക്കുകയാണ്.
ഞങ്ങൾ മനുഷ്യരല്ല, ഞങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് രാത്രി വിളി കേൾക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് ഓരോ ഹൃദയങ്ങൾ സംസാരിക്കണമേ. ഓ ഓ ശകലഗദാലഗന ദിഗരീദഗലഗദാലഗനാനം വേരഗലേ ശിഗരിഗദഗരിഗലാലിഗദാ ചോരിദാലാ ബാലാബാ ശിഗരിഗദഗലിഗനാലഗനവലം ദേരഗലേ ശിഗരിഗദാലഗനവലം ദുവ ചാലഗനാലഗനഗലം ദേരഗലേ ശൈലീദാരാ ബാലാ ബാലാബാ. ഇന്ന് രാത്രി ദൈവസാന്നിധ്യം ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണപ്പാ. ഞങ്ങൾക്ക് അങ്ങേ കൂടാതെ ജീവിക്കാനാവില്ല. അങ്ങയുടെ സാന്നിധ്യമില്ലാതെ, അവിടുത്തെ ആത്മാവിനെ കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ലപ്പാ. ഇന്ന് രാത്രി ഞങ്ങൾ ഏറെ ആഗ്രഹിക്കുന്നതും വാഞ്ചിക്കുന്നതും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതും വിശ്വാസത്താൽ ഞങ്ങൾ പിടിച്ചടക്കാൻ ആഗ്രഹിക്കുന്നതും അവിടുത്തെ ആത്മാവിനെ മാത്രമാണ്, അവിടുത്തെ സാന്നിധ്യം മാത്രമാണ്. Regala bala ke tere kshana hasiyan chuda badiri biri 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 ham ther ham dikeri asiye chuda badiri biri biri kshana hasiya oh asve asve e asve chigarade dagarade regede regede amen kathave അനുഭവിക്കുവാൻ രാത്രിയിൽ അവിടുത്തെ സാന്നിധ്യം നന്ദി പറയുകയാണ്. ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർക്കുകയാണ്. ഞങ്ങൾക്ക് ജീവൻ നൽകി ആത്മാവിനെ നൽകിയ ഞങ്ങളുടെ സ്വർഗീയ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി ഞങ്ങൾ താഴ്ത്തി അങ്ങയുടെ കരകളിൽ കേൾപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വീണ്ടും തുടർന്നു അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ മൂടി മാറ്റമില്ലാത്ത സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ഞങ്ങളെ ജീവിക്കുവാനും വിധിക്കുവാനും കഴിവുള്ള ആ വചനം രാത്രി കേട്ട് ഗ്രഹിച്ചറിയേണ്ടതിന് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിത്യത മുതൽ നിത്യത വരെ എന്ന് പറയുന്ന അങ്ങനെ മനോഹരമായ ആ പിതാവിൻ്റെ ഹൃദയത്തിലെ പദ്ധതികൾ കർത്താവേ ഞങ്ങളെ പഠിപ്പിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രി കൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞങ്ങളേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിവർത്തിക്കാൻ ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നിത്യത മുതൽ നിത്യത വരെ എന്ന ക്ലാസ്സാണ്. ഇന്ന് കഴിയുമെങ്കിൽ ഇന്നുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പാൻ ഏറെ പ്രതീക്ഷയോടെ ഞാനും കാത്തിരിക്കുന്നു. കുറച്ച് നാളുകളേറെയായി. ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ ക്ലാസ് എത്രയൊക്കെ മനസ്സിലായിട്ടുണ്ട്? നമ്മുടെ അകത്ത് അല്പം ഒരു ദൈവത്തെക്കുറിച്ചുള്ളൊരു ഒരു ചിന്ത, ഞാൻ മുഴുകാലമൊന്നും ഞാൻ പറയുന്നില്ല, ഒരു ദൈവത്തിൻ്റെ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മുടെ അകത്ത് ചോദ്യം കേട്ടോ നിങ്ങൾ? നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ പ്രൊജക്റ്റിനെ കുറിച്ച്. അതുകൊണ്ടാണ് ലൂക്കോസ് 2:47 ഒരു വാക്കുണ്ട്. ബാലനായ യേശു തൻ്റെ ആദ്യ പ്രസംഗത്തിൽ അവിടെ ഇങ്ങനെ 2:47 വാക്യമുണ്ട്. മലയാളത്തിൽ ഇങ്ങനെയാ, മറിയത്തോടും യോസഫിനോടും പറയുന്ന വാക്യം ഇങ്ങനെയാണ്: ഞാൻ പിതാവിനുള്ളിൽ ഇരിക്കേണ്ടതല്ലയോ എന്ന് 12 വയസ്സുള്ള ബാലനായ യേശു തൻ്റെ മാതാപിതാക്കളോട് പറയുന്ന ആദ്യത്തെ പ്രസംഗം. അതാണ് യഥാർത്ഥമായ അപ്പനോടും അമ്മയോടും മാത്രം പ്രസംഗിച്ച പ്രസംഗം. അവിടെ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് KJV ബൈബിൾ പഠിക്കുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്: ഞാൻ ഫാദേഴ്സ് ബിസിനസ്സിലിരിക്കേണ്ടതല്ലയോ? ഈ ഭൂമിക്കകത്ത്, ഈ കാണുന്ന 7000 വർഷം മാത്രം ആയുസ്സുള്ള ഭൂമിക്കകത്ത് പിതാവിൻ്റെ ഒരു ബിസിനസ്സുണ്ട്. അതാണ് പക്ക ട്രാൻസ്ലേഷൻ. ഒരു വ്യാപാരം, തമിഴിൽ പറഞ്ഞാൽ ഒരു അപ്പാവിടെ വ്യാപാരം എന്ന തമിഴിൽ കിടക്കുന്നത്. നല്ല മനോഹരമായി അത് ചെയ്യാൻ കഴിവുള്ളവൻ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചൊരു ഒരു എന്താ പറയുക, നിത്യത മുതൽ നിത്യത വരെയുള്ള ഒരു ചിന്ത നമ്മുടെ അകത്തേക്ക് വീഴുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഒരിക്കലും ക്രിസ്ത്യ ജീവിതം നമുക്ക് താന്നും പൊങ്ങിയ ഗ്രാഫ് പോലെയല്ല. ആ ലക്ഷ്യം നമ്മുടെ അകത്തുണ്ടായിരിക്കും. പിന്നെ ജീവിക്കുന്നത് മുഴുവനും അവന് വേണ്ടിയായിരിക്കും. ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, നമ്മൾ മനുഷ്യരല്ലേ ബ്രദറെ, അല്ലെങ്കിൽ പാസ്റ്റർ എന്നൊക്കെ പറയാറില്ല നമ്മൾ. അപ്പോൾ നമ്മൾ പകുതി നമ്മുടെയൊക്കെ ചിന്ത, പകുതി നമ്മൾ മനുഷ്യരും, നമ്മൾ സൺഡേ മാത്രം വരുമ്പോൾ ദൈവ കുഞ്ഞുങ്ങളെന്ന നിലയിൽ നമ്മൾ കണ്ടുവച്ചിരിക്കുന്നത് ക്രിസ്തീയ മക്കൾക്ക് നമുക്കൊരൊറ്റ ജീവിതമേ ഉള്ളൂ. അത് ആത്മാവിലുള്ള ജീവിതമാണ്. അത് ജോലി ചെയ്യുമ്പോഴും, അടുക്കള പണി ചെയ്യുമ്പോഴും, വണ്ടി ഓടിക്കുമ്പോഴും, അല്ലേ, മിനിസ്ട്രി ചെയ്യുമ്പോഴും നമുക്കൊരൊറ്റ ജീവിതമേ ഉള്ളൂ. അത് നിങ്ങൾ അറിയണം. നിങ്ങൾ അത് ഹൃദയത്തിൽ സൂക്ഷിക്കണം. നമ്മൾ അവിടെ പോകുമ്പോൾ ഞാൻ ജോലിയിലായിരുന്നു, ഞാൻ ചർച്ചിൽ വരുമ്പോൾ ഞാൻ ആയിക്കൊള്ളാമെന്ന് പറയുന്നതല്ല. ജോലി സ്ഥലത്താണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്കൊരൊറ്റ ജീവിതമേ ഉള്ളൂ.
ഹല്ലേലൂയ. ആ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മുടെ ഫാദേഴ്സ് ബിസിനസ്, അപ്പൻ്റെ ബിസിനസ്സിനെ കുറിച്ച് അറിയുക. അതാണ് നമ്മൾ അല്പമായി, ഞാൻ പറയുക, ഒന്നും നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. ഒരു എന്താ പറയുക, ഔട്ടർ ലൈൻ മാത്രമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കഴിയുമെങ്കിൽ ഇന്നുകൊണ്ട് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ചത് 7 വർഷ പീഡനകാലം കഴിഞ്ഞ്, അല്ലേ, പീഡനകാലം കഴിഞ്ഞിട്ട് തൻ്റെ വിശുദ്ധന്മാരുമായി യൂദായുടെ ലേഖനം, അവിടെ വാക്യം അവിടെ തന്നെ ഉണ്ടല്ലോ, യൂദായുടെ ലേഖനത്തിൽ പ്രവാചകനായ ഹാനോക്ക് പ്രവാചകനായിരുന്നു, അല്ലേ, അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവാചകനായ ഹാനോക്ക് ആത്മാവിൽ പ്രവചിച്ചൊരു വാക്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എത്ര പേരാ? ഹാനോക്കും 1000 എവിടെയാ വാക്യമുണ്ട്? അവിടെ താഴെ 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നുവെന്ന് പ്രവചിച്ചു പറഞ്ഞു, അല്ലേ. പ്രവാചകനായ ഹാനോക്ക് ആദ്യത്തെ പ്രവാചകനായിരിക്കും മിക്കവാറും, അല്ലേ. ഹാബേലിനെ കുറിച്ച് അതിനെ പറഞ്ഞിട്ടില്ല ഒരിടത്തും. ആദ്യത്തെ പ്രവാചകനായ ഹാനോക്കിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വെളിപ്പാട് പറയുക, കർത്താവ് തൻ്റെ 1000 വിശുദ്ധന്മാരുമായി നമ്മളുമായിട്ട് സ്വർഗത്തിൽ താഴേക്ക് ഇറങ്ങി വരികയാണ്, ഭൂമിയിലേക്ക്, അല്ലേ. അവിടെ മുതലാണ് കർത്താവിൻ്റെ 1000 ആണ്ടിൻ്റെ പ്രവർത്തികൾ ആരംഭിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, ദാനിയേൽ പ്രവചനോത്സവം പഠിക്കുമ്പോൾ 2300 ദിവസങ്ങളെക്കുറിച്ചൊക്കെ അവിടെ പഠിക്കാൻ കഴിയുന്നുണ്ട് നമുക്ക്. അതൊക്കെ ചിന്തിക്കാൻ പോയി ഒരുപാട് കോംപ്ലിക്കേഷനുള്ള വിഷയങ്ങളാണ്. അപ്പോൾ 2300 ദിവസം, 1260 ദിവസം, അല്ലെങ്കിൽ രണ്ടാമത്തെ 3.5 വർഷക്കാലം കഴിഞ്ഞ് കർത്താവ് തൻ്റെ ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കും. എന്നാലും 2300 ബാക്കി 1 വർഷത്തിൽ മേൽ ദിവസങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഞാൻ ചിന്തിക്കുന്ന അങ്ങനെയാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആഗോളമായി പഠിച്ച നമുക്ക് പഠിക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ഈ 3rd വേൾഡ് വാർ നടക്കുമ്പോൾ ഭൂമി മുഴുവനും നശിച്ച്, എന്താ പറയുക, നാറാണക്കല്ല് എന്ന് പറയില്ല, നാട്ടുഭാഷയിൽ പറയും, അതുപോലെയാണ്. കാരണം ഈ ന്യൂക്ലിയർ ബോംബല്ലേ പൊട്ടുന്നത്, ബോംബുകളും പൊട്ടുകയാണ്. ഈ ഭൂമിയിൽ 850 കോടി ജനത്തിൻ്റെ അതിൽ എന്താ പറയുക, ജനങ്ങൾ, നല്ലൊരു ശതമാനം ജനങ്ങൾ 1/3 ആദ്യം പിന്നെ പോവും, പിന്നെ 1/3 പോവും, ഇങ്ങനെ 1/3 പോയിക്കൊണ്ടിരിക്കുക. ഈ ജനങ്ങൾ മുഴുവൻ ചത്ത് ചീഞ്ഞ് കിടക്കുക. എവിടെയൊക്കെ ഇവിടെ ഒരു വാക്കുണ്ട്, കൊതുകുകൾ ചത്തു പോകുന്ന പോലെ എന്നൊക്കെ പറഞ്ഞൊരു വാക്ക് ഇവിടെ ബൈബിളിലൂടെ വായിച്ചായിരുന്നു. ഇവിടെ കാണാൻ പറ്റുന്നു, പഠിക്കാം നമുക്ക് അതിനെക്കുറിച്ച്. അതുപോലെ കിടക്കുക. പിന്നെ ഭൂമി ഒന്നിനും കൊള്ളത്തില്ല. ആ ഭൂമിയെ റെനോവേറ്റ്, പുതുക്കി പണിയണമെങ്കിൽ, ഏദൻ തോട്ടം പോലെ ആകണമെങ്കിൽ കർത്താവിന് ചില ദിവസങ്ങൾ ആവശ്യമാണ്. ഒരുപക്ഷെ അതായിരിക്കും, ഞാൻ ചിന്തിക്കുന്നു, ദാനിയേൽ പ്രവാചകൻ അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യം ആർക്കുമില്ല, എന്നാലും നമ്മൾ വിട്ടുപോകുകയാണ്. അങ്ങനെയാണ് ദൈവം കർത്താവ് തൻ്റെ ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിച്ച് ഈ യെരൂശലേം ആസ്ഥാനമാക്കി തൻ്റെ എന്താ പറയുക, സിംഹാസനം അല്ലെങ്കിൽ തൻ്റെ കൊട്ടാരം സ്ഥാപിച്ച്, അല്ലെങ്കിൽ തൻ്റെ ആലയം സ്ഥാപിച്ച് അവൻ രാജാവായി അവിടെ വാഴുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥമായ നമ്മുടെ ജീവിതം ആരംഭിക്കാൻ പോകുന്നത്, നമ്മുടെ വാഴ്ചകൾ ആരംഭിക്കാൻ പോകുന്നത്. അത് അവിടെ മാത്രമല്ല, അത് നിത്യത്തിലും ഉണ്ടാകുമെന്ന് നമുക്ക് മുകളിൽ ഉള്ള ക്ലാസ്സുകൾ വരുമ്പോൾ പഠിക്കാൻ കഴിയും നമുക്കത്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ഈ കാണുന്ന വരവിന് തൊട്ട് മുമ്പ് ഈ പടമൊക്കെ കണ്ട് രാത്രി സ്വപ്നം കണ്ടേക്കരുത്, ഞാൻ എന്നൊക്കെ പറഞ്ഞേക്കരുത്. അപ്പോൾ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. ഈ വരവിന് ഒരു 7 വർഷത്തിന് മുമ്പേ, അല്ലേ, നമ്മളിവിടുന്ന് പോയിരിക്കും. അതിന് ആ പോകുന്നതിൻ്റെ ഒരുക്കത്തിന് വേണ്ടിയാണ് നമ്മളീ കൂടി വരുന്നതെല്ലാം. നമ്മൾ പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ, ഉപവസിക്കുന്നതും വചനം പഠിക്കുന്നതും പ്രസംഗിക്കുന്നതൊക്കെ എല്ലാം ഇതിനു വേണ്ടിയല്ല. ഇതിന് വരണമെങ്കിൽ 7 വർഷം മുമ്പേ എടുത്തുകൊണ്ട് പോകണം. ഇപ്പോൾ ഒരു പ്രവാചകനായ ബിലയാം ഇങ്ങനെ ഒരു വാക്യം പറയുണ്ടായി. ബാലാക്കിൻ്റെ ജാതീയ രാജാവായ ബാലാക്കിൻ്റെ ഒരു എന്താ പറയുക, ആഗ്രഹപ്രകാരം പ്രവാചകനായ ബിലയാം ഒരിക്കലിങ്ങനെ ദൈവകുഞ്ഞുങ്ങളെ നോക്കി ശപിക്കാൻ പോകുമ്പോൾ പറയുന്ന വാക്കുണ്ട്, എനിക്ക് ഒരു ഭക്തൻ മരിക്കുന്ന പോലെ മരിക്കണമെന്ന് ആഗ്രഹം, അങ്ങനെ പറയാം, എനിക്ക് ഭക്തൻ മരിക്കുന്ന പോലെ മരിക്കണമെന്ന് ആഗ്രഹം വിളിക്കുന്നുണ്ട്. പക്ഷേ ഭക്തൻ ജീവിക്കുന്നത് പോലെ ജീവിച്ചാലേ ഭക്തൻ മരിക്കുന്ന പോലെ മരിക്കാൻ കഴിയത്തുള്ളൂ. അതാ പ്രശ്നം. നമുക്ക് ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഇവിടേക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, കർത്താവ് പോണല്ലേ, ഒരു വിശുദ്ധനായി പോകണമെന്നൊക്കെ. പക്ഷേ അതിനേക്കാൾ അപ്പുറമായി ജീവിതമുണ്ട്. ഭക്തൻ ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ മാത്രമേ ഭക്തൻ മരിക്കുന്നത് പോലെ മരിക്കാൻ കഴിയത്തുള്ളൂ. ഭക്തന്മാരുടെ മരണമൊക്കെ നമുക്ക് ഒട്ടനവധി ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ കണ്ണാൽ കണ്ടിട്ടുണ്ട്. കർത്താവിൻ്റെ ദൂതന്മാർ വന്ന് എടുത്തുകൊണ്ട് പോകുമ്പോഴൊക്കെ ചിരിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ അനുഭവങ്ങളൊക്കെ ഞങ്ങളുടെ പിതാക്കന്മാർ പറഞ്ഞും കേട്ടും ഞങ്ങൾ അവരുടെ കൂടെ നടന്നപ്പോഴൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ണു കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ചിരിച്ച് മക്കളെയൊക്കെ അനുഭവിച്ച് പഴയ നിയമത്തിലെ അപ്പനായ യാക്കോബ് കട്ടുബലൊക്കെ പൊക്കി വെച്ച് മക്കളൊക്കെ വിളിച്ച് രൂപയിലെ വാടാ, അല്ലേ, ബെന്യാമീനൊക്കെ വാടാന്നൊക്കെ വിളിച്ച് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് സന്തോഷത്തെ പോയി അനുഭവങ്ങളൊക്കെ ഉള്ളതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അതുപോലെ ജീവിക്കേണ്ടതുപോലെ ജീവിച്ചാൽ മരിക്കേണ്ടതുപോലെ മരിക്കാം. അങ്ങനെ മരിക്കുന്നവരാണ് ഈ വന്ന കൂട്ടർ. ഹല്ലേലൂയ. ഇവിടെ സമൃദ്ധിയായി ജീവിച്ച കാര്യമല്ലേ ഞാൻ പറയുന്നത്. ദൈവത്തിന് പ്രസാദകരമുള്ള ജീവിതം.
ഓക്കെ, വിട്ടുപോകുക, നമ്മുടെ വിഷയം ഒന്നുമല്ലല്ലോ. അപ്പോൾ 7 വർഷം കഴിഞ്ഞ് താഴേക്ക് തൻ്റെ വിശുദ്ധൻ ദൂരമായി ഇറങ്ങി വരുമ്പോൾ അവിടെ മുതലാണ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥമായ വാഴ്ച ആരംഭിക്കുന്നത്. അവിടെ അന്ന് വരുന്ന യെരൂശലേമിൽ കടന്നു വരുന്ന, മെദിഗോ താഴ്വരയിൽ വരുന്ന, അല്ലെങ്കിൽ യഹോശാഫാത്ത് താഴ്വരയിൽ കടന്നു വരുന്ന എല്ലാ ജാതികളെയും ഒറ്റ ശ്വാസത്താൽ ഒടുക്കിക്കളഞ്ഞ ശേഷമാണ് കർത്താവ് അവിടെ സിംഹാസനം കെട്ടി, അതിനെക്കുറിച്ച് അല്പമായി ചിന്തിക്കും, സിംഹാസനം കെട്ടി ആ ജാതികളെ വിധിക്കുന്ന അനുഭവമൊക്കെ അവിടെയുണ്ട്. ത്രോണോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിന് തക്കവണ്ണം നാമെല്ലാം പ്രാപിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ ന്യായാസനം. അവിടെയും ന്യായാസനമുണ്ട്. ആ ന്യായാസനം ത്രോണോസ് അല്ല, അവിടെ വേറെ വാക്കിലുണ്ടല്ലോ, ഞാൻ എപ്പോഴും പറയുന്ന വാക്യ ഭീമ വാക്ക് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് പ്രതിഫലത്തോടെ ബന്ധത്തില്ല, നല്ല അർത്ഥങ്ങൾ രണ്ടുമുണ്ട്. പക്ഷേ ത്രോണോസ് എന്ന വാക്ക് യഥാർത്ഥമായി ഇവിടെ പറയുന്ന വാക്ക് ഈ കർത്താവ് ഇറങ്ങി വരുമ്പോൾ കാണാൻ ത്രോണോസ് എന്ന വാക്കാണ്. വിട്ടുപോകാം, നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ന്യായവിധിയെക്കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ നമ്മൾ കാണാൻ കഴിയും, നമ്മൾ പഠിക്കുവാനെക്കുറിച്ച്. ഇത്ര നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ കർത്താവ് തൻ്റെ വിശുദ്ധന്മാരുമായി ഇറങ്ങി വന്ന് അന്ന് കൂടി വരുന്ന എല്ലാ ജാതീയ മക്കളെയൊക്കെ കൊന്നൊടുക്കി, അല്ലെങ്കിൽ ഒറ്റ ശ്വാസം നശിപ്പിച്ച ശേഷം കർത്താവ് തൻ്റെ സിംഹാസനം 1000 ആണ്ടിലേക്ക് സ്ഥാപിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ആ പടങ്ങൾ കണ്ട് അവസാനിപ്പിച്ചല്ലേ. കർത്താവ് പോയതുപോലെ മടങ്ങി വരുമെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. എവിടെ നിന്നാണ് മടങ്ങി കർത്താവ് കരയേറിപ്പോയത്? ഒലിമലയിൽ നിന്ന് കരയേറിപ്പോയതുപോലെ കർത്താവ് മേഘാരൂഢനായി വീണ്ടും ഇറങ്ങി വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. തേജസ്സോടെ അവൻ ഇറങ്ങി വരാൻ പോകുകയാണ്. ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. അതിനുശേഷം ആ ഇറങ്ങി വരുമ്പോഴാണ് എല്ലാവരെയും കൊന്നൊടുക്കിയ ശേഷം ആ ത്രോണോസ് എന്ന് പറഞ്ഞ ന്യായവിധി അവിടെയുണ്ട്. കൂടുതൽ മത്തായി സുവിശേഷ ഭാഗം 25-ാം അധ്യായം ഒക്കെ പഠിക്കുമ്പോൾ അവിടെ ചെമ്മരിയാടെയും കോലാടെയൊക്കെ വേർതിരിക്കുന്ന അനുഭവം കാണാൻ കഴിയും. ചെമ്മരിയാടും കോലാടും അത് ഈ 1000 ആണ്ടിന് തൊട്ട് മുമ്പുള്ള ന്യായവിധിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ന്യായവിധിയെക്കുറിച്ച് നമുക്ക് ക്ലാസ് വരുമ്പോൾ വളരെ ശ്രദ്ധയോടെ പഠിച്ചാൽ ഇതെല്ലാം അവിടെ കയറി വരുന്നുണ്ട്. ന്യായവിധി, ആ ന്യായവിധിയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മത്തായി 25-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ന്യായവിധി, മത്തായി 25-ാം അധ്യായത്തിൽ ന്യായവിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. ചെമ്മരിയാടെയും കോലാടിനെ കുറിച്ചല്ലേ, അതിനെക്കുറിച്ച് ഇന്നിപ്പോൾ അല്പമായി സംസാരിക്കും. ഞാൻ വിട്ടുപോവുകയാണ്, എല്ലാം കൂടി മൊത്തത്തിൽ വന്ന കൺഫ്യൂഷൻ വരും, എനിക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട്. അതാണ് ഇത്ര നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? ആ 1000 ആണ്ട് തൊട്ട് മുമ്പ് സാത്താനെയും ഈ പറഞ്ഞ മറ്റ് 2 പുള്ളിക്കാരനുണ്ടല്ലോ, മൃഗവും കള്ളപ്രവാചനെയും പിടിച്ച്, അത് 3 പേരും അവിടെ തന്നെ ഉണ്ട് ഇല്ലേ, അവരെ പിടിച്ച് താഴേക്ക് ഇടുന്നത് നമുക്ക് കാണാൻ കഴിയും. ബോട്ടംലെസ് പിറ്റിലേക്ക് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് കർത്താവ് തൻ്റെ 1000 ആണ്ട് സ്ഥാപിക്കുന്നത് അല്ലേ. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യൻ പിശാച് ഭരിക്കുന്ന ഭൂമിയിൽ കൂടി കടന്നുപോയി. അതിൽ നിന്ന് ഒരു കൂട്ടം ജനത്തെ കർത്താവ് തനിക്ക് വേണ്ടി വേർതിരിച്ച് 7 വർഷത്തിന് മുമ്പേ റാപ്ചർ ഉൽപാദനത്തിൽ കയറ്റിക്കൊണ്ടുപോയി കരേറിക്കൊണ്ടുപോയിട്ട് 7 വർഷ പീഡനകാലം കഴിയുമ്പോൾ തിരിച്ച് ഇറങ്ങി വരികയാണ്. അവിടെ മുതലാണ് 1000 ആണ്ട് ആരംഭിക്കുന്നത്. ഇത്ര ഈ പടം കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലല്ലോ അല്ലേ. ഇവിടെ മുതലാണ് 1000 ആണ്ടിന് വാഴ്ച ആരംഭിക്കാൻ പോകുന്നത്. ദൈവം അല്ലെങ്കിൽ സ്വർഗം മനുഷ്യരുടെ ജീവിക്കാൻ വരുന്നു. ഇതാണ് 1000 ആണ്ടിൻ്റെ അർത്ഥം. ദൈവം മനുഷ്യനെ ഭരിച്ചുകൊണ്ട് ഭൂമിയിൽ മനുഷ്യരെ ഭരിച്ചുകൊണ്ട് ഭൂമിയിൽ ഇമ്മാനുവൽ എന്ന് പറഞ്ഞ കറക്റ്റ് അർത്ഥം അവിടെയാണ്. ഇന്നുണ്ട് സ്പിരിച്വലി നമുക്ക് ഇമ്മാനുവൽ ഉണ്ട്, പക്ഷേ അവിടെ അക്ഷരികമായി ഇമ്മാനുവൽ എന്ന പദത്തിൻ്റെ അർത്ഥം അവിടെയാണ് സംഭവിക്കാൻ പോകുന്നത്. ദൈവം നമ്മുടെ ഇടയിൽ നമ്മുടെ കൂടെ വസിക്കുകയാണ് യഥാർത്ഥമായ 1000 ആണ്ടിൽ സംഭവിക്കാൻ പോകുന്നത്. വിട്ടുപോകുന്നു. ഈ 7000 വർഷത്തിൻ്റെ 1000 വർഷം അവിടെയാണ്. 7ാമത്തെ ദിവസം ഉൽപ്പത്തി 7 ദിവസം കൊണ്ട് ദൈവം എല്ലാം ഉണ്ടാക്കി. 6 ദിവസം കഴിഞ്ഞ് 7ാമത്തെ ദിവസം ആരംഭിക്കുന്നത് 1000 ആണ്ടിൻ്റെ തുടക്കമാണ്. ആണല്ലോ, ക്ലിയർ ആണോ നിങ്ങൾക്ക്? അവിടെയാണ് 1000 ആണ്ട് തുടക്കം. ഈ 1000 ആണ്ട് ജീവിതം, ഈ 1000 വർഷം അത് നീണ്ടു നിൽക്കും. അവിടെയാണ് നമ്മുടെയൊക്കെ വാഴ്ചകൾ ആരംഭിക്കുന്നത്. ബൈബിൾ ക്ലാസ് മോളിൽ പഠിക്കുന്ന, സൺഡേ പഠിക്കുന്നത് ആ 1000 ആണ്ടിലാണ് അത് ആരംഭിക്കാൻ പോകുന്നത്. ഓക്കെ, എന്നാലും ഒട്ടും സമയമില്ല, നമ്മുടെ സമയങ്ങൾക്ക് ഒട്ട് കഴിയാറായി, അല്പം മാത്രമേ ഉള്ളൂ. താഴെ നമുക്ക് കാണുമ്പോൾ കാണാൻ കഴിയും. നമുക്ക് സ്വർഗവും ഭൂമിയും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു. അതാണ് കഴിഞ്ഞ ദിവസം ഇത് പഠിത്ത. അവിടെയാണ് യെശയ്യാ പ്രവാചകൻ പറയുന്ന പോലെ സിയോണിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും വരുമെന്നൊക്കെ പറയുന്നത് 1000 ആണ്ടിനെ കുറിച്ച് പറയുന്ന വാക്യങ്ങളാണ്. അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതാവുന്നൊക്കെ അവിടെ ദാനിയേലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതാണ്. ഓക്കെ, ഈ 1000 ആണ്ടിന് ശേഷം ഇനിയിപ്പോൾ 1000 ആണ്ട് വേറൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല. കാരണം പഠിക്കാൻ പോയ 1000 ആണ്ടിനെ കുറിച്ച് പഠിക്കാൻ പോയ വളരെ രസമായ നമ്മുടെ ഹൃദയമൊക്കെ തുള്ളിച്ചാടുന്ന ഒരു പഠനമാണ് 1000 ആണ്ട് വാഴ്ച. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെണ്ണുങ്ങളൊക്കെ റോട്ടിൽ കൂടെ നടന്നാലും ആരും നോക്കത്ത് പോലുമില്ല. ഇനി കുളിക്കാൻ പോയാലും വേണ്ടല്ലേ, അത് വേണ്ട, ഞാൻ വിട്ട് ആരും നോക്കത്തില്ല. അത്രയും ഈ വാക്കത്തി അരലിപ്പി ചങ്ങത്തി മറ്റേ അരയിലുണ്ടെന്നൊക്കെ പറയില്ലേ, നമ്മുടെ മലപ്പുറം കത്തിയൊക്കെ, അത് ഒന്നുമില്ല. എല്ലാം അവിടെ പ്രവാചകന്മാർ എഴുതി വെച്ചിരിക്കുന്നത് അതെല്ലാം എല്ലാ ആയുധങ്ങളും മറ്റേ മണ്ണ് വെട്ടുന്ന സാധനം, മമ്മട്ടി, വേറെ വാക്കൊക്കെ
അങ്ങനത്തെ സാധനമൊക്കെ അത് ആ ആയുധങ്ങളെല്ലാം അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുമെന്നൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുക. മനോഹരമായ ഒരു ക്ലാസ്സാണ് 1000 ആണ്ടിനെ കുറിച്ച്. നമ്മുടെ ഹൃദയമൊക്കെ തുള്ളിച്ചാടും. ദൈവം ഭൂമിയെ ഭരിക്കാൻ വരുമ്പോൾ എന്തായിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഭയാനകമായ ജാതികൾ അന്നും ഇതുപോലത്തെ തരികിടകളൊക്കെ കാണിക്കും. അവർ ഇത്രയും ദൈവത്തിൻ്റെ സ്ഥാനം അനുഭവിച്ചിട്ട് പോലും അവർ ദൈവത്തെ യെരൂശലേമിൽ വരാത്തത് കൊണ്ട് അവർക്ക് മഴ പോലും പെയ്യാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. മനുഷ്യൻ്റെ സ്വഭാവത്തിന് അന്നും മാറ്റമൊന്നുമില്ല. അതാണ് മനുഷ്യനെക്കുറിച്ച് അവിടെ പഠിച്ചപ്പോഴാണ് ഞാൻ യഥാർത്ഥമായ മനുഷ്യൻ ആരെന്ന് ഞാൻ അന്ന് പഠിച്ചത്, വർഷങ്ങൾക്ക് മുമ്പ്. ഓക്കെ, വിട്ടുപോകുക. കർത്താവ് നിങ്ങൾ സഹായിക്കട്ടെ. അങ്ങനെ 1000 വർഷത്തിനു ശേഷം ഒരല്പനിമിഷത്തേക്ക് പിശാചിന് കുണ്ടറയിൽ നിന്ന് അല്ലെങ്കിൽ ബോട്ടംലെസ് പിറ്റ് അല്ലെങ്കിൽ എന്താ പറയുക അഗാധ കൂപത്തിൽ നിന്ന് പുറത്തു വിട്ട ശേഷം ഒരു ചില കാര്യങ്ങൾ സംഭവിക്കും. ആ കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ, കുറച്ച് നിമിഷങ്ങളെ ബാക്കിയുള്ളൂ. 1000 ആണ്ടിന് ഒടുക്കത്തിൽ അവസാനത്തിൽ അത്രയും മനോഹരമായി 1000 വർഷം കർത്താവ് ഭൂമിയെ ഭരിച്ച് എല്ലാം എന്താ പറയുക, ഈ കനാൽ ദേശത്ത് കണ്ട ഓരോ മുന്തിരിയൊക്കെ, ഓരോ കിലോ തൂക്കമുള്ള മുന്തിരിയൊക്കെ അതിനേക്കാൾ അപ്പുറമായി ദൈവം ഭരിക്കുന്ന ആ മനോഹരമായ ഭൂമിയിലൊക്കെ അനുഭവിച്ചിട്ടും ജാതികൾ പോലും അനുഭവിച്ചിട്ടും ശ്രദ്ധിക്കണമേ, അവർ അവസാനം ഒരു ചെറിയ നിമിഷത്തേക്ക് കർത്താവ് വീണ്ടും ആ കുണ്ടറയിൽ നിന്ന് സാത്താനെ അല്ലെങ്കിൽ പഴയ പാമ്പായ പിശാചിനെ അഴിച്ചുവിടും. നമ്മൾ കുറച്ചുകൂടി പഠിച്ചായിരുന്നു അല്ലേ? കുറച്ചുകൂടി പഠിച്ച് അവൻ അല്പസമയത്തേക്ക് അല്പസമയത്തേക്ക് അവരെ നമ്മളെവിടെ വായിച്ചല്ലേ? ഓക്കെ, ഞാൻ വിട്ടുപോയില്ല. അതിനെ നമുക്ക് പഠിച്ചത് നമ്മൾ 1000 ആണ്ടത്തേക്ക് അവനെ ചങ്ങലയിടുന്നു അല്ലേ, കുണ്ടറയിൽ തള്ളിയിട്ടെന്ന് പഠിച്ചായിരുന്നു. ഈ 1000 വർഷം പിശാച് ആ ഈ അടിയില്ലാത്ത താഴേക്ക് ഇങ്ങനെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന അനുഭവത്തിലൂടെ 1000 വർഷം കടന്നു പോയ ശേഷം 1000 ആണ്ടിനൊടുക്കത്തിൽ കർത്താവ് അതിൻ്റെ ആ മൂടി തുറന്ന് സാത്താനെ പുറത്തേക്ക് ഇറക്കി വിടും. കുറച്ച് സമയത്തേക്ക് മാത്രം. അപ്പോഴാണ് പിശാചിൻ്റെ അവസാന പണിയും കൂടി അവൻ ആരംഭിക്കുന്നത്. ഇത്ര 1000 വർഷം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച, നന്മ അനുഭവിച്ച ജാതികൾ, ഞാനിത് ഇത്രയും നമ്മൾ പഠിക്കുമ്പോഴല്ലോ നമ്മൾ ചങ്ക് പൊട്ടിപ്പോവും. 1000 വർഷം ദൈവത്തോടുകൂടെ നടന്ന ജാതികൾ അല്ലേ? ജാതി മനുഷ്യരാണല്ലോ, അവർ ഈ ഫ്ലഷിലാണ് ജീവിക്കുന്നത് അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചായിരുന്നു, 1000 ആണ്ടിലേക്ക് കടക്കുന്നത് ഇസ്ലാം മക്കൾ 1,44,000 പേരും ജാതികളും കടക്കുന്നത് അവർ ഇതേ ഫ്ലഷിലാണ്, ഇതേ ശരീരത്തിലേക്കാണ് കടക്കുന്നത്. നമ്മൾ വരുന്നത് ഈ ബോഡിയിലല്ല, നമ്മൾ വരുന്നത് റിസറക്റ്റഡ് ബോഡിയിലാണ്, ഉയർത്തെഴുന്നേറ്റ ബോഡിയിലാണ് നമ്മൾ വരാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ജാതികൾ കടക്കുന്നത് ഇതേ ബോഡി, ഇതേ ശരീരം, ഇതേ ദ്രവത്വമുള്ളത്. ശവം മാറിയിട്ടില്ല. 1000 ആണ്ടിലും ശവം മാറത്തില്ല, മറന്നു പോകരുതേ. ദൈവം ഭരിക്കാൻ വന്നാലും ഭൂമിക്ക് ശാപമുണ്ട്. ആദനിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു പോയതാ. ആ ഭൂമിയുടെ ശാപം 1000 ആണ്ടിലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആ മരണമൊക്കെ അവിടെ നീങ്ങിപ്പോകാതിരിക്കുന്നത്. ഒരു ബാലൻ 100 വയസ്സുള്ള ബാലൻ തന്നെയാണ്, പക്ഷേ മരണം അവിടെയും കിടക്കാൻ കാരണം ഭൂമി ശപിക്കപ്പെട്ടു പോയത് കൊണ്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ദൈവസാന്നിധ്യമുള്ളത് കൊണ്ട് ഓക്കെ, അവിടെ അത്രയും എല്ലാത്തിൻ്റെയും പാപത്തിന് കാഠിന്യം കുറവായിരിക്കും. പിശാചും അവിടെ ഇല്ലല്ലോ, പിശാചും അവിടെ ഇല്ല. എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നത് പിശാചില്ലെങ്കിൽ വഴക്കില്ലല്ലോ നമുക്കല്ലേ? ഓക്കെ, എന്തുമാകട്ടെ. അതിനുശേഷം 1000 ആണ്ടിന് ശേഷമാണ് പിശാചിനെ തുറന്നു വിടുമ്പോൾ, നമുക്ക് വചനം എടുക്കാം, തുറന്നു വിടുമ്പോൾ വീണ്ടും ജാതികളിലെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പിശാച് സകല മനുഷ്യരെയും, അവിടെ വാക്യങ്ങൾ പഠിച്ച എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഈ കർത്താവിനെതിരായി വീണ്ടും യുദ്ധത്തിന് വരും. എത്ര ഭയാനകമായ ചിന്ത മനുഷ്യനെക്കുറിച്ച്! ഈ മനുഷ്യനെ അറിയുമ്പോഴാണ് നമ്മളൊക്കെ ആരാണെന്ന് അറിയുന്നത്. അത്ര നിങ്ങൾക്ക് മനസ്സിലായോ? എന്നിട്ടാണ് 1000 ആണ്ടിന് ശേഷമാണ് ആ നരകത്തിലേക്ക് തള്ളിയിടാൻ പോകുന്നത്. ഞാൻ അല്പം വചനങ്ങൾ എടുക്കാം. ഈ പടം കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിച്ചേ. നമുക്ക് അല്പകാലം, കുറച്ച് നിമിഷം മാത്രമല്ലേ. പിന്നെ അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടൊക്കെ ചങ്ങലയിട്ടു അല്ലേ? 1000 ആണ്ട് ആരംഭിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് അവനെ പിടിച്ച് ചങ്ങലയിടും. ആരൊക്കെയാണെന്നറിയാമോ? 1 പഴയ പാമ്പായ ഒറിജിനൽ സാത്താനും അല്ലേ? 2 മൃഗവും കള്ളപ്രവാചകനും. 3 പേരാണ്. ഇവരെ 3 പേരാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വിട്ടുപോകാം. അപ്പോൾ അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടൊക്കെ ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. മനസ്സിലായോ? ആ 1000 ആണ്ടിലേക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല സാത്താന്.
ഭൂമിയിൽ എല്ലാ ജാതികൾ, എല്ലാ മനുഷ്യരും സുഖമായി ജീവിക്കുന്നു. ഓക്കെ, ഞാൻ വിട്ടുപോകുകയാണ്. ഇത്രയും മനസ്സിലായി കാണും വിചാരിക്കുന്നില്ലേ? എന്നിട്ടാണ് അവസാനം അതിനുശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ച് വിടേണ്ടതുമാകുന്നു. അപ്പോൾ ഒരു ചെറിയ 1000 ആണ്ടിൻ്റെ ഒടുക്കത്തിൽ ഒരു അല്പസമയം സാത്താനെ, പഴയ പാമ്പായ നമ്മുടെ സാത്താനെ അഴിച്ചു വിടേണ്ട ആവശ്യമുണ്ട്. ആ അഴിച്ചു വിടുമ്പോഴാണ് ചില സംഗതികൾ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ സംഗതി സംഭവിക്കാൻ പോകുന്നത്. യെശയ്യാപ്രവചന പുസ്തകം 24-22 വാക്യം, കുണ്ടറയിൽ വിലങ്ങുകാരെ പോലെ അവരെ ഒന്നിച്ചു കൂട്ടി കാരാഗൃഹത്തിൽ അടക്കുകയും ഏറിയ നാൾ കഴിഞ്ഞിട്ട് അവരെ സന്ദർശിക്കുകയും ചെയ്യും. കണ്ടോ? അപ്പോൾ അല്പം കഴിഞ്ഞ്, ഏറിയ നാൾ കഴിയുമ്പോൾ, 1000 വർഷം കഴിയാറാകുമ്പോൾ വീണ്ടും സന്ദർശിക്കുകയും ചെയ്യും, അല്ലേ? വിട്ടുപോകുക. അതിനുശേഷമാണ് നമ്മൾ നേരത്തെ കണ്ട തുറന്നു വിടുമ്പോൾ അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന്, അപ്പോൾ 1000 വർഷം കൊണ്ട് ജനങ്ങളൊക്കെ പെറ്റുപെരുകി വലിയ സമൂഹമായി മാറിയിരിക്കും, അല്ലേ? 1000 വർഷം കൊണ്ടൊക്കെ വലിയ സമൂഹമായി മാറിയിരിക്കും. അപ്പോഴാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങി വന്ന് സകല ജനങ്ങളെയും അവൻ വശീകരിക്കും. ഓക്കെ, ഞാൻ വാക്യം എടുക്കാം. അവിടെ പറയുന്നുണ്ട്, ഗോഗ് മാഗോഗ് യുദ്ധം 20-7-8 വാക്യം പഠിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 7-8 വാക്യം പഠിക്കുമ്പോൾ, 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയിലെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള, അപ്പോൾ 1-2 മക്കളല്ല, നല്ല പെറ്റുകൂട്ടുകാരൊക്കെ, അല്ലേ? 1000 ആണ്ട് നിസാര പേരേ ഉള്ളൂ, 1,40,000 പേര്, പിന്നെ ജാതികളും ഉള്ളൂ. പക്ഷേ ഒരു വർഷം കൊണ്ട് പെറ്റു കൂട്ടി ഒരു വലിയ, അതാണ് പറയുക, മണൽത്തരി പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. അപ്പോൾ ഗോഗ് മാഗോ യുദ്ധത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് സകല ജാതികളെയും, അല്ലേ? ആ 1000 ആണ്ട് പിശാച് അവിടെ ഇല്ലാത്തത് കൊണ്ട് അവൻ ആരെയും വഞ്ചിക്കുന്നില്ല. എന്നാലും മനുഷ്യർക്ക് അഹങ്കാരമുണ്ട്. അതെന്താണെന്നുള്ള നമ്മൾ 1000 ആണ്ടിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. അപ്പോൾ 1000 ആണ്ട് കഴിഞ്ഞ് തുറന്നു വിടുമ്പോൾ എല്ലാ ജാതികളെയും മണൽ പോലെയുള്ള ഗോഗുമാഗോഗ് എന്നവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് എല്ലാവരെയും വശീകരിക്കും. ബാക്കി ശ്രദ്ധിക്കണമേ, 1000 വർഷം ഇവരൊക്കെ പെറ്റുപെരുകി ദൈവത്തിന് നന്മ അനുഭവിച്ചിട്ട് 1 സെക്കൻഡ് മതി അവരുടെ മനസ്സ് മാറിപ്പോകാനായിട്ട്. എൻ്റെ വാക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പിന്നെയാണ് നമ്മളൊക്കെ, അല്ലേ, വർഷം 10-20 ഇപ്പോഴും മാറാതെ, അല്ലേ? അല്പമായി ഇത് 1 സെക്കൻഡ് കൊണ്ട് മാറിപ്പോകും. അത്രയും വശീകരിച്ച് കളയവരെ, അല്ലേ? സത്യമല്ലേ ഞാൻ പറയുന്നത്? 1 സെക്കൻഡ് കൊണ്ട് ഇപ്പോൾ എന്ത് വശീകരണമാണെന്ന് ആലോചിക്കുക. അപ്പോൾ അത്രമാത്രം അഴുക്ക് മനുഷ്യൻ്റെ അകത്തുണ്ട്. പാപം ചെയ്ത് ഏദൻ തോട്ടം വിട്ട് പുറത്തു പോയ മനുഷ്യൻ്റെ അകത്ത് എത്രമാത്രം എന്താ കുറവുകൾ, എന്തൊക്കെയാണ് പറയലേ, അതപ്പതിച്ചു പോയെന്നും തെറ്റിപ്പോയെന്നും നമുക്കുണ്ടെങ്കിൽ ഈ ഒറ്റ വാക്യം പഠിച്ചാൽ മതി. 1000 വർഷം ദൈവത്തിന് നന്മ അനുഭവിച്ചിട്ട് പോലും ഒരല്പ നിമിഷത്തേക്ക് സാത്താനെ തുറന്നു വിടുമ്പോൾ അവൻ സകലലെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടപ്പുറത്തെ മണൽ പോലെ ഗോഗ് മാഗോഗ് യുദ്ധവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടത് വശീകരിപ്പാൻ പുറപ്പെടും. ഒരു ഞാൻ പറയും, ഇത്രയും ദൈവത്തിന് നന്മ അനുഭവിച്ചവർ 1 സെക്കൻഡ് പിശാച് ഹൃദയത്തെ അല്ലെങ്കിൽ മനസ്സിനെ വശീകരിച്ചപ്പോൾ തെറ്റിപ്പോകുമെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. മനസ്സാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഏറെ ഭയപ്പെടും. നന്മകൾ വരുമ്പോൾ, എനിക്ക് കഷ്ടം വരുമ്പോഴല്ല എനിക്ക് പേടി, നന്മകൾ വരുമ്പോഴാണ് പേടി. നമുക്ക് നന്മകൾ വരുമ്പോൾ, അത് ജോലി പ്രൊമോഷനാകട്ടെ, മിനിസ്ട്രിയിലാവട്ടെ, അല്ലേ, എന്തുമാകട്ടെ, എവിടെ നോക്കിയാലും ഏതെല്ലാം മേഖലയാണെങ്കിലും ഒരു നന്മ വരുമ്പോൾ ഒന്ന് കണ്ണടച്ചിരിക്കുന്നതാണ് നല്ലത് നമുക്ക്. കാരണം ഏത് വഴി കൂടിയാണെന്ന് അറിയത്തില്ല ഇവൻ്റെ പ്രവർത്തനങ്ങൾ. ഈ സാത്താൻ്റെ പ്രവർത്തനം അവൻ നമ്മളെയൊക്കെ മിനിസ്ട്രി ചെയ്യാതിരിക്കുവാനും നമ്മളെ കർത്താവിനെ കടുപ്പിക്കാതിരിക്കാനും പുറകോട്ട് വലിക്കുന്ന സ്വഭാവം അവനുണ്ട്. കണ്ടു കാണാം, നിങ്ങൾക്ക് ഇഷ്ടംപോലെ അനുഭവിച്ച് കാണാൻ. ഞാൻ ഒരുപാട് അനുഭവിച്ചുള്ളതുകൊണ്ടാണ് പറയുന്നത്. മുന്നോട്ട് പോകാതെ ഇങ്ങനെ നമ്മളെ പിടിച്ചു വെച്ചിരിക്കുന്ന അനുഭവങ്ങളൊക്കെ ഒട്ടനവധി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. 2, വേറൊരു കുരുത്തക്കേട് പിടിച്ച വേറൊരു സ്വഭാവം ഉണ്ട് അവന്. നമ്മളങ്ങ് തള്ളി മുമ്പിലേക്ക് കയറ്റിവിടും, ഫ്രണ്ടിലേക്ക്. ഒരു ദിവസം വൈഗ ഡാമിൽ നടക്കുന്ന തമിഴ്നാട് വൈഗ ഡാമിൽ നടക്കുന്ന ഏറ്റവും വലിയ പാസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗാണ്. അന്നത്തെ ഗസ്റ്റ് പ്രീച്ചറായിട്ട് ഈ കുഞ്ഞ് എളിദാസനെ വിളിച്ചത്. 100 പാസ്റ്റർമാരാണ് സ്റ്റേജിനകത്ത്. നടുക്ക് വിറച്ചുകൊണ്ട്, കൈയും കാലും വിറച്ചുകൊണ്ട് ഞാനിരുന്ന് പേടിച്ച് വിറച്ചു പോയിട്ട്. കാരണം ഒരു യോഗ്യതയില്ല. 2,000-അധികം പാസ്റ്റർമാർ മാത്രം ഉണ്ടായിരുന്നു. അവരുടെ കുടുംബങ്ങളൊക്കെ ഒരു വലിയ മീറ്റിംഗ് ആയിരുന്നു. 100ഓളം പാസ്റ്റർമാർ സ്റ്റേജിനകത്ത്, രാവിലെ വൈകിട്ട് വരെ. നടുക്ക് ഞാൻ പറയും, അതൊക്കെ ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമുക്ക് ജീവിതത്തിൽ വരുന്നത്. ഇത് ഏത് വഴി കൂടി വന്നൊക്കെ നമുക്ക് അറിയത്തില്ല. എന്തുവാകട്ടെ, കൈയും കാലും വിറച്ചു പോകും നമ്മുടെയൊക്കെ നന്മകൾ വരുമ്പോൾ. എന്തേന്നും മിണ്ടാതിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്മയൊക്കെ വരുമ്പോൾ ഒന്ന് കണ്ണടച്ചിരിക്കുക എന്ന നല്ല കാര്യമായിരിക്കും. ദൈവത്തോട് ചോദിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തുമാകട്ടെ, അതൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ്, പലതും കാണുമായിരിക്കും. അത് ഞാൻ വിട്ടുപോകുകയാണ്. അപ്പോൾ 1000 ആണ്ട് കഴിയുമ്പോൾ സാത്താനെ തുറന്നു വിട്ടിട്ട് എല്ലാ ജാതികളെയും കർത്താവിനെതിരായി, ഇവിടെ വാക്യമുണ്ടല്ലോ, മണൽ ഗോഗ് മാഗോഗ് എന്നവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർത്ത് വശീകരിപ്പാൻ
പുറപ്പെടും. വെളിപ്പാട് ദിവസം 20-ാം അധ്യായം 9-10 വാക്യങ്ങൾ പഠിക്കുമ്പോൾ വായിച്ചോ. ഓക്കെ, 1000 ആണ്ടിന് തൊട്ട് മുമ്പ് അവസാനത്തിൽ അവൻ അഴിച്ചുവിട്ട് അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സകല 4 ദിക്കിൽ നിന്നും അവൻ സകല മനുഷ്യരെയും കൂട്ടിച്ചേർത്ത് ഗോഗും മാഗോഗ് യുദ്ധത്തിനായി കർത്താവിന് നേരെ അവൻ്റെ യെരൂശലേമിലേക്കെതിരായി അവൻ കടന്നു വരും. ഓക്കെ, വരുമ്പോഴാണ് ഇപ്പോൾ വായിച്ച വാക്യം പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? 1000 ആണ്ട് കഴിയുന്ന തൊട്ട് മുമ്പായിട്ട് സാത്താനെ കുണ്ടറയിൽ നിന്ന് അല്ലെങ്കിൽ അഗാധകൂപത്തിൽ തുറന്നു വിട്ട ശേഷം അവൻ പെട്ടെന്ന് പോയിട്ട് ജാതികളെ വശീകരിച്ച് അല്ലേ, അവൻ കർത്താവിന് നേരെ യെരൂശലേമിനെതിരെ വീണ്ടും യുദ്ധത്തിനായി ഇറങ്ങി വരും. ആ വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചത് അല്ലേ. വെളിപ്പാട് 20-9-10 വാക്യം പഠിക്കുമ്പോൾ അവൻ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും, ഏതാ പ്രിയ നഗരം? കേരളം അല്ലേ, ദൈവത്തിൻ്റെ സ്വന്തം നാടായ പറ നിങ്ങൾ. ഇപ്പോൾ ഡോഗ്സ് ആ കൺട്രീസ് അല്ലേ ഇപ്പോൾ ആൾക്കാർ പിള്ളേർ പറയുന്നത്. ഗോഡ്സാണ് ഇപ്പോൾ ഡോഗ്സ് റോട്ടിൽ കൂടി അപ്പോൾ എന്തോ ആകട്ടെ, അതല്ല പ്രിയ നഗരം എന്ന് പറയുന്നത് വേറെ വല്ല നമ്മുടെ യെരൂശലേമിനെ കുറിച്ച് തന്നെയാണ്. യെരൂശലേമിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഇസ്രായേലിനെ കുറിച്ച്, യെരൂശലേം നഗരത്തെക്കുറിച്ചാണ് പറയുന്നത്. അവൻ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. ഏതാ? 1000 വർഷം നന്മ അനുഭവിച്ചവർ, ദൈവം ഭൂമിയിൽ വസിച്ച് അവരോട് കൂടി വാഴുന്ന ബാലന്മാർക്ക് ഒരു 100 വയസ്സാണ് അല്ലേ. ബാലന്മാർക്ക് പോലും 100 വയസ്സുള്ള ബാലന്മാരൊക്കെ അതുപോലെ അനുഗ്രഹം അനുഭവിച്ചിട്ട് ഒരു ചെറിയ സെക്കൻഡിലേക്ക് പിശാചിനെ കർത്താവ് തുറന്നു വിടുമ്പോൾ അവരെല്ലാം പിശാചിനെ ചതിയിൽപ്പെട്ട് അവന് വശീകരിച്ച് അങ്ങ് പോകുമെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റുമോ? ഇന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്താൽ മതി, നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവകൃപ മാത്രമാണ്. ഇത് ഇത്രയും അനുഭവിച്ചിട്ട് 1000 വർഷം അനുഭവിച്ചിട്ടും മരണം കുറവല്ലേ എന്നൊക്കെ. 1000 വർഷം അനുഭവിച്ചിട്ടും ഒരു സെക്കൻഡ് കൊണ്ട് മാറിപ്പോകുന്നെങ്കിൽ ഇന്ന് നമ്മൾ പലപ്പോഴും അനുഭവിക്കാതിരിക്കുന്നുണ്ട് ഇല്ലേ, പല നന്മകൾ അനുഭവിക്കാതിരിക്കുന്ന ആൾക്ക് എപ്പോഴും കഷ്ടം തന്നെയാണ്. എന്നിട്ടും നാം പിന്തിരിയാതിരിക്കുന്നുവെങ്കിൽ യെരൂശലേമിനെതിരെ അല്ലെങ്കിൽ കർത്താവിനെതിരെ നാം ഇന്നും വാക്ക് പറയാതിരിക്കുന്നത് ദൈവകൃപ കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ മറ്റൊന്നും നമുക്ക് പറയാനില്ല. എന്തുമാകട്ടെ, എന്നിട്ട് അവൻ വഞ്ചിച്ച എന്ന് പറയുക, അവൻ ഭൂമി പരക്കി ചെന്ന വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ വേറൊന്നുമില്ല അവിടെ, വലിയ കലാപരിപാടി, കർത്താവ് വലിയ കലാപരിപാടി ഒന്നുമില്ല. എന്നാൽ ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. വെറുതെ കർത്താവിന് ഞാൻ പറഞ്ഞില്ലേ, അവന് ഒരു ശ്വാസം ഒന്ന് ഊതിയാൽ മതി, ഇത് മുഴുവനും കത്തിപ്പോകുന്നതേ ഉള്ളൂ. അത്രയും ഭയങ്കരനായ ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം, നമ്മൾ സേവിക്കുന്ന നമ്മുടെ പിതാവ്. അപ്പോൾ അവൻ്റെ ഒരു വാക്കും ഒരു ഇത് മാത്രം മതി അവന്. അവിടെ കാണാൻ കഴിയും, ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. ഇത്രയും വലിയ ഗോഗ് മാഗോഗ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു ജാതികൾ യുദ്ധത്തിന് നേരെ, കർത്താവിന് നേരെ, ആ പ്രിയ നഗരത്തിന് നേരെ വരുമ്പോൾ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി വന്നിട്ട് അവരെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ഇത്ര നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? ഇത് 1000 ആണ്ടിൻ്റെ ഒടുക്കത്തിൽ സംഭവിക്കുക. ഇനി നമ്മളിനി വരുന്ന നാളുകളിൽ കർത്താവ് അനുവദിക്കുന്നത് പോലെ അനുവദിച്ചാൽ ഇനി നിത്യത മുതൽ നിത്യത വരെ പഠിച്ചതിൽ നിന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒട്ടനവധി കാര്യങ്ങൾ എല്ലാം അത് തന്നെ. നമുക്കൊരു 10 ആയുസ് ജനിച്ച് വളർന്നാലും നമുക്ക് തീരത്തില്ല. 10 ആയുസ് ജനിച്ചാലും തീരാത്ത അത്ര കാര്യങ്ങൾ നമുക്ക് പഠിക്കും. ഒരുപാട് എത്ര പഠിച്ചാലും മതിയാകാത്തത് കർത്താവിൻ്റെ വചനമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. എത്ര നമ്മൾ കൊതിക്കും തോറും നമുക്ക് നിറച്ചു തരുന്ന കർത്താവിൻ്റെ വചനം അത്രയും ഭയങ്കരമാണ്. എന്തുമാണ് വിട്ടുപോകുന്നു. അപ്പോൾ അവരെ വഞ്ചിച്ച പിശാചിനെയും അവൾ നോക്കി, അവരെ വഞ്ചിച്ച അല്ലേ, ആരെയാ? 1000 ആണ്ടിൽ നിൽക്കുന്ന ജാതികളെ വഞ്ചിച്ച പിശാചിനെ അവനെ എങ്ങോട്ടാണ് വിടാൻ പോകുന്നത്? മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയിലേക്ക് തള്ളിയിടും. അപ്പോൾ ആരാണ് നരകത്തിലേക്ക് ആദ്യം പോകുന്നത്? പറ. നരകത്തിലേക്ക് ആദ്യം പോകുന്ന തീപ്പൊയ്ക, ഗഹന്ന, നരകം എന്ന് പറയുന്ന അല്ലേ, ഗന്ധകത്തും തീപ്പൊയ്ക എന്നൊക്കെ പറയും. നരകത്തെക്കുറിച്ച് പിന്നീട് എപ്പോഴും ആഴമായി പഠിക്കാം നമുക്ക്. ആരാണ് ആദ്യമായി പോകുന്നത്? മൃഗവും കള്ളപ്രവാചനം കിടക്കുന്ന ഗന്ധക തീപ്പൊയിലേക്കാണ് ഇവനെ തള്ളിയിടാൻ പോകുന്നത്. ആരെ? പിശാചിനെ. എപ്പോഴാ? പണ്ട് നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ അല്ലേ? ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പേ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഈ ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പേ പഴയ ഭൂമി വീണുപോയ പിശാചിനെ കൂട്ടത്തെ അന്ന് മുതൽ അവരിവിടെയുണ്ട് ഇല്ലേ? അവരിവിടെയുണ്ട്. ആകാശമണ്ഡലം ഇന്നും ഭരിച്ചുകൊണ്ടിരിക്കുക. 7 വർഷ പീഡനകാലത്തിലാണ് മിഖായേലും കൂട്ടന്മാരെ പൂർണ്ണമായി ഭൂമിയിലേക്ക് തള്ളിയിടാൻ പോകുന്നത്.
അതിനുശേഷം അവർ ഭൂമിയിലുണ്ടായിരിക്കും മുഴുവനും. ഈ 33.33% ദൂതന്മാരും വീണുപോയ ദൂതന്മാരൊക്കെ പിന്നീട് ഭൂമിയിൽ കാണും. അവരെയാണ്, ആ കാണുന്ന കൂട്ടരെയാണ് തള്ളിയിടാൻ പോകുന്നത്. അത്ര നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? എങ്ങടാ തള്ളിയിടാൻ പോകുന്നത്? ഗന്ധക തീപ്പൊയിലേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ആരൊക്കെ കിടക്കുന്നത്? മൃഗം എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരൻ ഏതാ? എതിർ ക്രിസ്തു, അല്ലെങ്കിൽ അന്തിക്രിസ്തു എന്ന് പറയുന്ന എതിർ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരനും മനുഷ്യനിലെ നമ്മുടെ ഭൂമിയിൽ ആ മനുഷ്യനും കള്ളപ്രവാചകൻ. ആ കള്ളപ്രവാചകൻ ഇപ്പോൾ വേണ്ട, ഇനി പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. 7 മലകളുടെ പുറത്തിരിക്കുന്ന കള്ളപ്രവാചകൻ എല്ലാവർക്കും അറിയാം അല്ലേ? എന്തോ ആവട്ടെ, ആ പുള്ളീനെയും രണ്ടുപേരും പിടിച്ച് അന്നേ തള്ളിക്കളയും. അതിലേക്കാണ് 1000 ആണ്ടിൻ്റെ ഒടുക്കത്തിൽ കർത്താവ് ഈ സാത്താനെയും അല്ലെങ്കിൽ എന്താ പറയുക പിശാചിനെ തള്ളിയിടാൻ പോകുന്നത്. ഇപ്പോൾ മനസ്സിലായോ? ഇതുവരെ പിശാചും കൂട്ടരും എവിടെ ഉണ്ടാകുന്നറിയാമോ? ഭൂമിക്കകത്ത് തന്നെ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ. ഇപ്പോൾ ആകാശമണ്ഡലങ്ങളിൽ പോലും പിശാച് ഭരിക്കുന്നുണ്ട്. സ്വർഗത്തിൽ പോലും കടന്നുകയെല്ലാം ഇന്ന് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുക. എൻ്റെ വാക്ക് ശരിയാണല്ലോ? നമുക്ക് വേണ്ടി വെച്ചിരിക്കുക. നമ്മൾ ഡെലിവറൻസ് ക്ലാസ് വരുമ്പോൾ പഠിക്കാൻ കഴിയും. നമ്മളിവിടെ സംസാരിക്കുന്ന ഓരോ വാക്കുകൾ അത് ദൈവഹിതമല്ലെങ്കിൽ അപ്പപ്പോൾ മോളിപ്പോയി പെറ്റീഷൻ കൊടുക്കുന്ന വേറെ ഈ പുള്ളിക്കാരനാ. ന്യായാധിപൻ ചേകവരെ ഏൽപ്പിക്കും, ചേകവർ വന്ന് നിന്നെ ബന്ധിച്ച് അവസാനം ചില്ലിക്കാശ് കൊടുത്ത് തിരുവോളം ഒക്കെ പറഞ്ഞ വാക്യങ്ങളില്ലേ? 3 കോടതിയെക്കുറിച്ച് വരുന്ന മിക്കവാറും അടുത്ത ഡെലിവറൻസ് ക്ലാസ്സിൽ പഠിക്കാൻ പറ്റും. 3 കോടതിയെക്കുറിച്ച്. 3 കോടതിയിൽ നമ്മെ വിധിച്ച് നമുക്ക് ബന്ധിക്കുക, സാത്താന കരങ്ങളിലേക്ക് നമ്മെ ബന്ധിച്ചു കൊടുക്കുന്നത്. നമ്മുടെയൊക്കെ വിചാരം പലപ്പോഴും ദൈവമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സാത്താൻ അടക്കുന്നത്. എന്തോ പേടിച്ചു പോയോ? പൗലോസിന് ഫ്രീ ആയിട്ടൊരെണ്ണം കൊടുത്ത് ഇരിക്കട്ടെ ഒരു കുട്ടിപ്പിശാച്. അതുള്ളത് കൊണ്ടാണ് പുള്ളിക്കാരൻ വീഴാതിരുന്നത്. വെളിപ്പാടിന് ആധിക്യം. എൻ്റെ പൊന്നോ, എന്താ വെളിപ്പാട്! അത് വായിക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ തന്നെ പേടിച്ച് പറച്ചു. അത്രയും വലിയ വെളിപ്പാടാണ് അത്. ആ വെളിപ്പാടൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം നിഗളിച്ചു പോകാനിടയുണ്ട്. മനുഷ്യനല്ലേ നമ്മളൊക്കെ. അതുകൊണ്ടാണ് ഇരിക്കട്ടെ ഒരു ചെറിയ കുട്ടി പിശാച് എന്ന് അവർ കൊടുത്തത്. കാരണം തല പൊങ്ങുമ്പോൾ കുത്തും, ഇവിടെ കുത്തു കിട്ടും. അപ്പോൾ പിന്നെ വീണ്ടും പഴുക്കും അല്ലേ? എന്തു വാങ്ങട്ടെ. അതുപോലെ നമ്മളെയും പലപ്പോഴും ശുദ്ധീകരിപ്പാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്നൊരു സാധനമാണ്. പിശാച് എന്ന് പറഞ്ഞാലും പോകത്തില്ല, ഏൽപ്പിച്ചവൻ അവിടെയുണ്ട്. നിരപ്പ് പ്രാപിക്കേണ്ടത് നമ്മുടെയൊക്കെ വിചാരം. നമ്മളതിന് ശാപം എന്നൊക്കെ പേരിടുക. നമ്മളതിനെ പേര് ശാപം എന്നൊക്കെ ഇട്ട് കളയും നമ്മൾ. അതാണിപ്പോൾ ശാപം മുറിക്കുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ശാപമാണെന്നൊക്കെ പറയും. പലപ്പോഴും ദൈവമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അഴിച്ചിരിക്കുന്നത്. ഒന്നും മിണ്ടുന്നില്ല, പിടിക്കത്തില്ല അതൊന്നും. ദൈവം അഴിച്ചിരിക്കും. പിന്നെ നമ്മൾ ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞാൽ ബ്രേക്ക് ആവുമോ? അവിടെ നിരപ്പ് പ്രാപിക്കണം. നമ്മൾ പോയിട്ട് നിരപ്പ് പ്രാപിച്ച് നമ്മൾ മാനസാന്തരപ്പെട്ട കർത്താവ് നമ്മൾ ബ്രേക്കാക്കി തരും നമുക്ക്. പിന്നെ പിള്ളേർ പറയുന്ന പോലെ ഞങ്ങൾ ബ്രേക്കപ്പായി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ബ്രേക്കപ്പ് ആവൂല. ഇത് ബ്രേക്കപ്പ് ആവൂല. എന്താ പിടിച്ചില്ല ആർക്ക്? ഓക്കെ, എന്തുവാകട്ടെ, മുന്നോട്ട് കടന്നു പോകാം. അപ്പോൾ അതുകൊണ്ട് അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗത്തെയും കള്ളപ്രവാചനം കിടക്കുന്ന ഗന്ധകത്തീപ്പൊയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും. വെളിപ്പാട് പുസ്തകം നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നേക്കുമുള്ള ഒരു വാക്ക് നിങ്ങൾക്ക് അവിടെ പലപ്പോഴും കാണാം. എന്നേക്കും നമ്മളെക്കുറിച്ചുകൊണ്ട്, പിശാചിനെക്കുറിച്ചുണ്ട്, പല രീതിയിൽ ദൈവത്തെക്കുറിച്ചുണ്ട്, പല എന്നേക്കുമുള്ളൊരു വാക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനോഹരമായ പഠനമായിരിക്കും അത്. ഭയങ്കര രസമാണത്. എന്നേക്കുമുള്ളൊരു വാക്കുകൾ ഒക്കെ വിട്ടുപോകുക. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡന സഹിക്കേണ്ടി വരും. ഒരിക്കൽ പോലും അവിടെ നിന്ന് രക്ഷയില്ല. ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ ആത്മീയകോളത്തിൽ, ഇപ്പോൾ വിശ്വാസകോളത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കർത്താവ് നല്ലവനല്ലേ? അവൻ കരുണയുള്ളവനല്ലേ? നമ്മുടെയൊക്കെ അവൻ നരകത്തിലിട്ടാലും അവൻ എന്തെങ്കിലും സന്ദർശിച്ചിട്ട് നമ്മെ വീണ്ടും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകില്ലേ എന്നൊരു ചോദ്യങ്ങളൊക്കെ ഇന്ന് ആത്മീയകോളത്തിൽ, ഇന്ന് പെന്തക്കോസ് കോളത്തിൽ പോലും അതിൻ്റെ സ്റ്റഡികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ല. ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്നേക്കും എന്ന വാക്ക് നിങ്ങൾ വീട്ടിൽ പോയി പഠിക്കുമ്പോൾ എന്നേക്കും, അവിടെ വേറെ വാക്കില്ല. അവിടെ നിങ്ങൾ ഇതൊക്കെ വരാൻ കാരണം എന്നറിയാമോ? ഈ മുസ്ലിം പ്രമാണത്തിൽ, മുസ്ലിങ്ങളുടെ മതഗ്രന്ഥത്തിൽ നിന്നും ക്രിസ്തീയ റോമ കത്തോലിക്കയുടെ മതഗ്രന്ഥത്തിൽ നിന്നൊക്കെയാണ് നമ്മളെയൊക്കെ കുട്ടി നരകത്തിൽ കൊണ്ടിട്ട് എന്താ പറയുക, ശുദ്ധീകരിച്ച് എന്തൊക്കെ പേരുണ്ടല്ലോ വേവിച്ചിട്ട് പിന്നെ മുസ്ലിങ്ങളും പറയും ഞാൻ ഹ്യൂറികളുടെ കന്യകമാരുടെ കൂടെ കല്യാണം കഴിപ്പിച്ച് സ്വർഗത്തിലേക്ക് കയറ്റിവിടും. ക്രിസ്ത്യാനികൾ പറയും നമ്മൾ ഭൂമി ചെയ്യുന്ന എന്താ പറയുക നല്ല പ്രവൃത്തികൾ, സൽപ്രവൃത്തികളും മക്കൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ പിന്നെ അച്ഛൻ ഇടക്കിടക്ക് വന്നിട്ട് ശുദ്ധീകരണ ഇട്ട് ശുദ്ധീകരിച്ച് കയറ്റിവിടുന്നൊക്കെ പരിപാടി. ഇതൊക്കെ ജാതീയ ലോകത്ത് നിന്ന് വന്നുപോയതാണ്. അതിപ്പോൾ പെന്തക്കോസ്തുകളിൽ കയറിയിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഈ വാക്ക്, അതുകൊണ്ടാണ് നിങ്ങളോട് അത് പറയാൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷേ കർത്താവ് പറയിപ്പിച്ചതാണ് അതിനെക്കൊണ്ട്. ഈ വാക്ക് എന്നേക്കുള്ള വാക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെയൊക്കെ തൊട്ടുമ്പിൽ ഇതുപോലെ കാക്കുകയാണ് എന്നേക്കും. വല്ല രക്ഷ വേണോ? ഇന്ന് രക്ഷപ്പെട്ടോ. മരിച്ചിട്ട് ഇത് ശ്വാസം പോയിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല.
ഇപ്പോൾ ഇതാണ് സുപ്രധാന കാലം, ഇതാണ് രക്ഷാദിവസം. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ, അത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞ കേട്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം മാനസാന്തരപ്പെടാൻ. നെടുമ്പാടും വീട് കരയുക, ചിലതൊക്കെ ഇപ്പോഴും സൗഖ്യമായിട്ടില്ല, നെടുമ്പാടും വീട് കരയുക നമ്മളൊക്കെ ആണെങ്കിൽ പോലും. അപ്പോൾ എന്തുവാകട്ടെ, അവിടെ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. ഒരു രക്ഷയും അവിടെയില്ല, ഒരു വിടുതലുമില്ല. 1000 വർഷം കഴിഞ്ഞ് പിന്നെ ഒരു ഡെലിവറൻസ് കിട്ടുമെന്ന്, അവിടെ ഡെലിവറൻസ് ഒന്നും ഉണ്ടാവത്തില്ല. എന്നേക്കും നിത്യമായി എന്നേക്കും തീപ്പൊയ്കയിലേക്കാണ്. അവിടെ ആരാ കിടക്കുന്നത്? 2 മനുഷ്യക്കുട്ടികളാണ് കിടക്കുന്നത് അവിടെ. ആദ്യം പോയത് അവരാ, അങ്ങോട്ട് പോയത് അത് എതിർ ക്രിസ്തുവും കള്ളപ്രവാചനും. അത് വേറെ ആരുമല്ല, മറ്റേ പുള്ളിക്കാരനാണ്. 7 മലയുടെ മുകളിലിരിക്കുന്ന, ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ, ഞങ്ങളുടെ പോപ്പിനെ പറ്റി പറയാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞേക്കും നാട്ടുകാരിപ്പോൾ. എന്തോ ആകട്ടെ. അതിനുശേഷം ഇപ്പം നമ്മളിത് കഴിഞ്ഞു, 1000 ആണ്ട് കഴിഞ്ഞു. 1000 ആണ്ടിൻ്റെ ഒടുക്കത്തിൽ സാത്താനെ തുറന്നു വിട്ട് അവൻ ജനങ്ങളെ മുഴുവനും ജാതികളെ മുഴുവൻ വശീകരിച്ച് പ്രിയ നഗരത്തിന് അല്ലേ, നഗരത്തിന് നേരെ, യെരൂശലേമിന് നേരെ കടന്നു വന്ന് കർത്താവിന് നേരെ ഉദിതനായി വരുമ്പോൾ കർത്താവ് തീയിറക്കി അവരെ നശിപ്പിച്ച് കളയും. അതോടുകൂടി ഭൂമിയുടെ പ്രൊജക്റ്റ് അവസാനിക്കുക. മനസ്സിലാവുണ്ടോ? ഇനി ആ ഭൂമി എന്ത് കൊള്ളാം? ദൈവത്തിൻ്റെ 7000 വർഷത്തെ പ്രൊജക്റ്റ്, അല്ലെങ്കിൽ ദൈവകുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊജക്റ്റ് അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് എന്തിനാ ഇല്ലേ? അതുകൊണ്ട് ആ കർത്താവ് അതിനെ തീക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. ആറ്റം, ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ഈ ഭൂമി, അത് നമ്മൾ ഉൾപ്പെടെ കേട്ടോ, നമ്മളെല്ലാവരും. ഇന്ന് സൃഷ്ടിപ്പ് മുഴുവനും ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ആറ്റമാണ്. ഒരു തീ ഇങ്ങനെ കൊത്തിച്ചിട്ടാൽ കത്തിപ്പോകുന്ന ആറ്റം കൊണ്ടാണ് ദൈവം ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കോടിക്കണക്കിന് ഗോളങ്ങൾ പോലും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മുഴുവനും ആറ്റമാണ്. ഒന്നും വേണ്ടുന്നില്ലല്ലോ നിങ്ങൾ. ന്യൂക്ലിയർ അല്ലേ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ എന്ന് പറയുന്ന ആറ്റം വെച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്തിനു വേണമെന്ന് അറിയാമോ? കത്തിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന് കത്തിക്കാനുള്ള പരിപാടിയാണ്. ദൈവത്തിന് കത്തിക്കാൻ പണ്ടേ ഉണ്ടാക്കി വെച്ചിരിക്കുക. അവർ തീ കൊടുത്താൽ കത്തിക്കാൻ പോവുക പരിപാടി. അത് ഭൂമിയാണെങ്കിലും അതിനുവേണ്ടിയാണ് ദൈവം ഈ ആറ്റം വെച്ച് ഈ ഭൂമിയെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വാക്യം വായിക്കാം. 1 പത്രോസ് ലേഖനം 3-5 മുതൽ 7 വരെ. ആകാശവും വെള്ളത്താലും ഉളവായ ഭൂമിയും, അല്ലേ? വാക്യം മനോഹരമായ വാക്യമാണ്. ഇടയ്ക്കൊക്കെ ഇത്തിരി ജ്ഞാനത്തിൻ്റെ വാക്യം പറഞ്ഞു പോകല്ലേ. ആകാശവും വെള്ളത്തിൽ നിന്ന് ഉളവായ ഭൂമിയും എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ 2/3 ഭാഗവും അല്ലേ, ഏതാണ്ട് 70 മേൽ ശതമാനവും, 70% മുഴുവനും ഈ ഭൂമി വെള്ളമാണ്. പക്ഷേ നമ്മളിവിടെ വെള്ളം കാണുന്നത്, തമിഴ്നാട്ടിൽ പോയാൽ ഒരു വെള്ളമില്ല കുടിക്കാൻ. പക്ഷെ നമുക്കിവിടെ വെള്ളമില്ലല്ലോ. ഇവിടെ നമ്മൾ കണക്ക് നോക്കുമ്പോൾ ഒരിടത്തും വെള്ളമില്ല, വെള്ളം കുറവാണ്. നമുക്കൊന്നും മനസ്സാവുന്നില്ല അല്ലേ. 2/3 ഭാഗവും വെള്ളമാണ്. നോഹയുടെ കാലഘട്ടത്തിൽ ജലപ്രളയം വന്നപ്പോൾ അരാരത്ത് പർവ്വതത്തിൻ്റെ മുകളിൽ പോലും, അരാരത്തില്ലേ, അത്രയും വെള്ളം പൊങ്ങി എല്ലാത്തിനെയും നശിപ്പിച്ച് കളഞ്ഞു ഭൂമിയിലുള്ളത്. ആ വെള്ളം ഒരിക്കലും പോയിട്ടില്ല. ഇങ്ങനെ മുകളിലേക്ക് പോയാലും തിരിച്ചു താഴേക്ക് തന്നെ വരും, വേറെ വഴിയില്ല. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയെ നശിപ്പിക്കാൻ കഴിവുള്ള വെള്ളം എവിടെ? ഇല്ലേ? അതവിടെ എഴുതി വെച്ചിരിക്കുന്നത് വെള്ളത്താൽ ഉളവായ ഭൂമിയും. അങ്ങനെയെങ്കിൽ അരാരത്ത് പർവ്വതത്തിൻ്റെ മുകളിൽ, അതിനു മുകളിൽ എല്ലാ സൃഷ്ടികളെയും നശിപ്പിക്കാൻ തക്കവണ്ണമുള്ള ജലപ്രളയം വന്നപ്പോൾ ആ വെള്ളം എവിടെ? ആ വെള്ളമാണ് ദൈവം ഉത്തരദിക്കിലൊക്കെ മഞ്ഞ് കട്ടകളായി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. സയൻസ് പറയുന്നില്ലേ, അത് ഉരുകിയാൽ നമ്മളൊക്കെ ലോകത്തിൽ, ഞാൻ സ്ഥലം മറന്നുപോയി, ലോകത്തിൽ 2 സ്ഥലങ്ങളാണ് വാട്ടർ ലെവലിനേക്കാൾ, സീ ലെവലിനേക്കാൾ താഴെയുള്ളത്. ഒന്ന് കേരളം, ഒന്നൊരു പേര് മറന്നുപോയി, അറിയാവുന്നവർക്ക് പറയാം, ഞാൻ മറന്നുപോയി, എവിടെയോ നോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ മറന്നുപോയി. 2 സ്ഥലങ്ങളാണ് സീ ലെവലിനേക്കാൾ താഴെ ഇരിക്കുന്നത്. പേടിയില്ലേ? വെള്ളത്തെക്കാളും താഴെ നമ്മുടെ ഭൂമി, നമ്മളെ ഈ ഇവിടെ നിൽക്കുന്നത്. അല്ലല്ലോ, ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് മറന്നുപോട്ടെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ജ്ഞാനത്തിൻ്റെ വാക്ക് പറഞ്ഞ് മാത്രമേ ഉള്ളൂ. ആകാശവും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായെന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സമീപാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്ന് അവർ മനസ്സോടെ മറന്നു കളയുന്നു. ഹല്ലേലൂയ. ഈ ആരെക്കുറിച്ചാണ്? പണ്ട് പഠിച്ച നോഹയുടെ കുറിച്ച് പറഞ്ഞിട്ടില്ല നമ്മൾ. അവർക്ക് അറിയാമായിരുന്നു അവർക്ക്, പക്ഷേ അവർ മനസ്സോടെ മറന്നു കളയുകയാണ്. മനസ്സോടെ മറന്നു കളയുക. ഇത് തന്നെ നമ്മളും കർത്താവ് വരാൻ പോകുമെന്ന് പറഞ്ഞാലും ഞായറാഴ്ച വരുമ്പോൾ നമ്മളൊക്കെ പറയും, പാട്ടൊക്കെ പാടും, എല്ലാം നമ്മൾ ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ എത്ര പേരുടെ അകത്ത് ആ എന്താ ഒരു വെളിപ്പാടുണ്ട്? ഞാൻ ചോദിച്ചു അല്ലേ,
കർത്താവ് വരുമെന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരടി താഴേക്ക് എത്ര പേരകത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇല്ലേ? നമുക്കെല്ലാവർക്കും കർത്താവ് വരുമെന്ന് ഈ തലമണ്ടയിലുണ്ട്, ഈ ബോക്സിനകത്ത് എല്ലാം സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് താഴേക്ക് ഒരടി താഴേക്ക് ഇറങ്ങി ഈ ഹൃദയത്തിനകത്ത്, ഞാനിങ്ങനെ പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ, എത്ര പേരകത്ത് വെളിപ്പാടായിട്ടുണ്ട്. വെളിപ്പാടായെങ്കിൽ നമ്മളൊന്നും ഇങ്ങനെ ഇരിക്കത്തില്ല അല്ലേ? ജീവിതം മുഴുവൻ കർത്താവിന് വേണ്ടി കൊടുത്താൽ ജീവിച്ചേനെ. പക്ഷേ നമുക്കിന്നും ബുദ്ധിയിലുണ്ട്. പക്ഷെ അതുകൊണ്ട് പാട്ടൊക്കെ പാടുമ്പോൾ നമ്മൾ രസമാണ് പാടാനും എല്ലാം ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ ആ വെളിപ്പാടോട് പാടുമ്പോഴുള്ള വ്യത്യാസമുണ്ട് അതിന്. അതൊക്കെ ഇത് പഠിക്കുമ്പോൾ നമുക്കറിയാം ഇതൊന്നുമല്ല. ഈ കാണുന്ന ഭൂമിയും ചരാചരങ്ങളൊക്കെ നശിക്കാൻ പോവുകയാണ്. ഈ ഭൂമി പോലും തീക്കായി സൂക്ഷിച്ച് വെച്ചിരിക്കുക. ഇവിടെയൊക്കെ നശിക്കാൻ പോവുകയാണ്. അല്പം നാൾ കഴിയുമ്പോൾ ഇതൊക്കെ തീരാൻ പോവുകയാണ് അതൊക്കെ. അപ്പം അതുകൊണ്ട് ഇനി ഇവിടെ കിടന്ന് സമ്പാദിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന് നമുക്ക് അറിയുമ്പോഴാണ് നമ്മളിതെല്ലാം വിട്ട് കർത്താവിൻ്റെ പുറകെ പോകുന്നത്. പക്ഷേ ഒരിക്കലും നമ്മൾ എന്താ പറയുക, ലജ്ജിക്കാനിട വരത്തില്ല. നമ്മൾ സകലം നമ്മുടെ പുറകെ വരും. എൻ്റെ ജീവിതമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കർത്താവിനെ കണ്ടുകൊണ്ട് മുമ്പേ പോകുമ്പോഴല്ലോ നമ്മുടെ പുറകെ എല്ലാം വരും. ഒന്നിനും കുറവുണ്ടാകത്തില്ല. അതെൻ്റെ ജീവിതമാണ്, എൻ്റെ സാക്ഷി ജീവിതമാണ്. ഹല്ലേലൂയ. എവിടെ? ഓക്കെ, 2 പത്രോസാണ്. 1 പത്രോസിലില്ലത്, 2 പത്രോസാണേ. ഓക്കെ, താങ്ക് യു. ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താൽ ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായെന്നും അതിനായി അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചുവെന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തിയൊട്ട മനുഷ്യരുടെ നാശം സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നെന്ന് അവർ മനസ്സോടെ പറഞ്ഞു കളഞ്ഞു. നമ്മുടെ ഈ തലമുറയിൽ അത് സംഭവിക്കാനിടയുണ്ട് അല്ലേ? ആ ന്യായവിധി പോലെ ഒരു ന്യായവിധി കർത്താവിൻ്റെ വരവിൽ, കർത്താവിൻ്റെ ത്രോണോസ് എന്ന് പറയുന്ന ആ ന്യായവിധിയും സംഭവിക്കാനിടയുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. കർത്താവ് ഒരു ദിവസം 1000 വർഷം പോലെ 1000 വർഷം ഒരു ദിവസം പോലെ ദൈവത്തിൻ്റെ കണ്ണിലിരിക്കുക അല്ലേ? അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 7 ദിവസം കൊണ്ട് ദൈവം എല്ലാം ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസം ദൈവത്തിൻ്റെ കണ്ണിൽ 1000 വർഷമാണെങ്കിൽ 7000 വർഷമാകാൻ പോവുകയാണ് അല്ലേ? ഇപ്പോൾ 1000 വർഷം അടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി 1000 വർഷം കർത്താവിന് വേണ്ടി ഭൂമി വാഴണം. അതോടുകൂടി ഇതെല്ലാം കത്തി അഴിഞ്ഞു പോകുമെന്ന് 2 പത്രോസിൽ 3:5 പറഞ്ഞു വെച്ചിരിക്കുക. 1 പത്രോസ് 3:10 2ാമത്തെ വാക്യം. അത് കറക്റ്റാണല്ലേ? അത്രയും കറക്റ്റായി. 1 പത്രോസ് 3:10, 13 വാക്യം പഠിക്കുമ്പോൾ ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവർ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെ വ്യാജം പറയാതെ തൻ്റെ അതിരത്തെയും അടക്കിക്കൊള്ളട്ടെ. അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ മുഖം ദുഷ്പ്രവൃത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവരാകുന്നു എങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവൻ ആരും. ഈ ആയുസ് ഞാൻ പറയാൻ കാരണം തൊട്ട് മോളി പറയുക, ഈ ഭൂമിയും ആകാശമൊക്കെ തീക്ക് വേണ്ടി ദൈവം സൂക്ഷിച്ച് വെച്ചിരിക്കുക. ദൈവം ഒരു ദിവസത്തിലേക്ക് ദൈവത്തിൻ്റെ കണ്ണിൽ 1000 വർഷം പോലെ ഈ ഭൂമിയിൽ ഓരോ ദിവസവും 7 ദിവസവും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഒടുക്കത്തിൽ ഭൂമി ആകാശവും കത്തിപ്പോകുന്ന വചനം പറയുക. പക്ഷേ ഇതിൽ നിന്ന് ഒരു കൂട്ടം ജനമുണ്ട് അല്ലേ? ഇതൊക്കെ ഇത് ഈ ഭൂമിയിലെല്ലാം അവസാനിക്കാൻ പോകുകയാണ് ദൈവത്തിൻ്റെ പ്രൊജക്റ്റ്. അതാണ് നല്ല വാക്ക്. അവസാനിക്കാൻ പോകുമ്പോൾ അതിനിടയിൽ നിന്ന് ഒരു ചെറിയ കൂട്ടം ജനമെന്നും പൊങ്ങി വരും. ആ ജനത്തെക്കുറിച്ച് പറയുന്ന വാക്യമാണ് ജീവനെ ആഗ്രഹിക്കുകയും ആരാത്? IPC ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ. നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ ജീവിതമാണിത്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നമ്മൾ എന്ത് വാരിക്കൂട്ടാൻ നോക്കിയാലും എന്തെല്ലാം അല്ലേ, എന്തൊക്കെ ചെയ്തു കൂട്ടാലും കർത്താവ് വരുമ്പോൾ കാഹളം നനയ്ക്കുമ്പോൾ ഇതൊക്കെ ഇട്ടേച്ച് പോകണം. പക്ഷേ ലൂക്കോസിൻ്റെ സുവിശേഷഭാഗം ഒരു വാക്യമുണ്ട്, കർത്താവിൻ്റെ വരവെങ്കിൽ അത് കെണി പോലെ വരാതിരിക്കേണ്ടതിന് സൂക്ഷിക്കുന്നൊരു വാണി നമുക്കുണ്ട്. ആകുല ചിന്തകൾ, കെയേഴ്സ്, ഒരു വാക്ക് ഇംഗ്ലീഷ് നല്ല വാക്കാണ്. ഞാൻ ഇംഗ്ലീഷ് പറയാൻ പോയാൽ നിങ്ങളിപ്പോൾ ചിരിക്കുക. അതുകൊണ്ട് ഞാൻ അല്ലേ ഒരു ഇംഗ്ലീഷ് നല്ല മനോഹരമായ ബൈബിൾ വേറൊരു വാക്കുണ്ട്, രസമാണ്. വേറെ ബൈബിളിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്, ഇംഗ്ലീഷ് ബൈബിളിൽ നിന്ന് നല്ല വാക്കാണ്. അപ്പോൾ എന്തുവാകട്ടെ, ഈ ആകുല ചിന്തകൾ കൊണ്ട് നമ്മൾ കെണിയിൽപ്പെട്ടു പോകാനിടയുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുക, ജീവനെ ആഗ്രഹിക്കണം. നമ്മുടെ ഈ ആയുസ് എന്തിനു വേണ്ടിയുള്ളതാ? നമ്മളൊക്കെ കർത്താവ് രക്ഷിക്കപ്പെട്ട ശേഷം നമ്മളൊക്കെ ആദ്യം ചെയ്യുന്നത് നമ്മുടെ വസ്തുവകളൊക്കെ വിശാല കൂട്ടുക, മക്കളെയൊക്കെ പഠിപ്പിച്ച് നമ്മൾ ഉന്നതങ്ങളാക്കുക, അവരെ സെറ്റിലാക്കുക അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. ഇവിടെ ആരുമില്ലേ? ഒക്കെ വിശുദ്ധന്മാരാണ്. അങ്ങനെ എല്ലാത്തിനും ചില്ലുകൂട്ടിനുള്ളിൽ ഞാൻ നിർത്തും അല്ലേ?
ഇല്ല, എല്ലാം കഴിഞ്ഞ് നമ്മളൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് അവസാനമാപ്പെട്ട് എല്ലാം കഴിഞ്ഞ് അല്ലേ കറങ്ങി അവസാനം കായിനെ പോലെ വേർത്ത് കുളിച്ച് അവസാനം വന്നിട്ട് കർത്താവ് ഇനി ഞാൻ തിരിച്ചു വരിക എന്നൊക്കെ പറയും. നമ്മൾ അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇത്രയ്ക്കധികം വചനം സത്യമായി നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെച്ചിട്ട് വിശ്വസിക്കാൻ പോലും പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. ഇത് നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്ത് വിശ്വസിച്ചിരുന്നെങ്കിൽ നമ്മളൊക്കെ എത്രമാത്രം ഈ ആയുസ് കർത്താവിന് പ്രസാദകരമായി ചെയ്തു തന്നല്ലേ, എത്രമാത്രം. പക്ഷേ ഇതൊന്നും നമ്മുടെ അകത്ത് കയറണ പോലുമില്ല. പിന്നെ നമുക്ക് കേൾക്കുന്ന മുഴുവൻ വിശ്വസിക്കപ്പെടുത്തേ കിട്ടുമ്പോഴത്തേ നമുക്ക് കേട്ട് ശീലിച്ചു പോയത്. പിന്നെ അകത്തേക്ക് എന്ത് പോകാനാ? അപ്പോൾ എന്തുമാകട്ടെ, ജീവനെ ആഗ്രഹിക്കണം നമ്മൾ. ഈ ഞാൻ പറഞ്ഞ സ്വയജീവനെക്കുറിച്ച്, ഈ സൂക്യജീവനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആ ശുഭകാലം ശുഭകാലം കാണുവാൻ ഇവിടെ ശുഭകാലം ഉണ്ടോ? ദുബായി പോയി കിട്ടുമോ? അപ്പുറത്തേക്ക് അല്ലേ വേറെ എവിടെയെങ്കിലും പോയി കിട്ടുമോ? ഇല്ലെന്ന്. അതുകൊണ്ട് ഒന്ന് യോഹന്നാൻ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം പറയുന്നു, സർവ്വലോകവും. കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞല്ലേ അല്ലേ? ദുഷ്ടൻ അതിന് കിടക്കുക. ഇത്തിരി കൂട്ടി പറഞ്ഞാൽ ശരിയാവുള്ളല്ലേ. ആ സർവ്വലോകവും ദുഷ്ടൻ അതിന് കിടക്കുക. എവിടെ പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ശുഭകാലം വേണോ? ഇത് ഇവിടെ കിട്ടത്തില്ല. അതിവിടെ ഒരിടത്തും കിട്ടത്തില്ല. അത് കിട്ടണമെങ്കിൽ ആ സമയമാകുമ്പോൾ വരും. അതിലേക്ക് കടക്കാൻ വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലെ പ്രാധാന്യം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? വാക്ക് ഒരിക്കലും ഏറെ ഇഷ്ടപ്പെട്ട വാക്കുകളാണ്. ജീവനെ ആഗ്രഹിക്കണം, നിത്യജീവന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മക്കളായി തീരണം നമ്മുടെ ജീവിതം. അത് രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ നമ്മൾ ഇനി ആരെങ്കിലും പുതിയതായിട്ട് വന്നാൽ നമ്മുടെ സഭയിലേക്ക് വരുമായിരിക്കുമല്ലേ? എന്താ ഒന്നും മിണ്ടിയില്ല. വരണം. ആടുകളെ പിടിക്കാൻ, മനുഷ്യരെ പിടിക്കാൻ പോവുക ഇനി. അതിനുള്ള കർത്താവിൻ്റെ കൃപാവരങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തേക്ക് ഇറങ്ങി വരുമെന്ന് നോക്കിക്കോ. നിങ്ങളറിയാതെ നിങ്ങളുടെ വാക്കിൽ നിന്ന് ജീവൻ പുറപ്പെടുന്നത് കാണാൻ കഴിയും നിങ്ങൾക്ക്. പുതിയ ആത്മാക്കൾ വരുമ്പോൾ അവരെ നിത്യത തന്നെ കാണിച്ചു കൊടുക്കണം. ഈ ജീവനെ ആഗ്രഹിക്കാൻ പഠിപ്പിക്കണം. ഈ ലോകം നന്മയും ലോകത്തിൻ്റെ പിച്ചുമ്പേയും പറഞ്ഞു അല്ല, കർത്താവ് നിനക്ക് വേണ്ടി ഒരു ലോകം ഒരുക്കുന്നുണ്ട്. വരാൻ പോകുക പറഞ്ഞു പഠിപ്പിക്കണം. നമുക്കൊരു തെറ്റ് പറ്റിപ്പോയി. നമ്മളിങ്ങനെ കായിനെ പോലെ ഉഴഞ്ഞ് വലഞ്ഞ് അല്ലേ ലോത്തിനെ പോലെയൊക്കെ നടന്ന അവസാനം ഇട്ടേച്ച് ഇറങ്ങി ഓടേണ്ട ഗതികേടാ. അതിനൊക്കെ പോയി ഒന്നുമില്ല. അവർക്ക് പറ്റരുത്. നമ്മുടെ ഇനിയുള്ള തലമുറക്ക് അത് പറ്റരുത്. പറ്റരുത്. അതെൻ്റെ റിക്വസ്റ്റാണ് നിങ്ങളോട്. അടുത്ത തലമുറകൾക്ക് നമുക്ക് സംഭവിച്ചതുപോലെ ഒരു പരാജയം സംഭവിക്കരുത്. അവരെ വരുമ്പോൾ തന്നെ നിത്യയുടെ പ്രത്യാശ ആ തീരം കാണിച്ചു കൊടുത്ത്, അവർ ഭാവി കാലം കാണിച്ചു കൊടുത്ത്, ശുഭകാലം കാണിച്ചു കൊടുത്ത് അവർ ഒരുക്കിയെടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്ക് നിങ്ങൾക്കുമുണ്ട്. 6 മാസം പോലും പൗലോസിൻ്റെയൊക്കെ ടീച്ചിങ് എടുത്ത് പഠിച്ചാൽ 6 മാസം പോലും വേണ്ട. ഒരുവനെ ക്രിസ്തുവിൽ ഉറപ്പിച്ചിട്ട് അവനെ ലീഡറാക്കിയിട്ടാണ് പോകുന്നത്, അവിടെ ഒരു പാസ്റ്ററാക്കിയിട്ടാണ് പോകുന്നത്. കാരണം 6 മാസം കൊണ്ട് ആ പ്രത്യാശ വീണു, ശുഭകാലം വീണ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ വളഞ്ഞ തെറ്റി വെറുതെ അവരൊക്കെ പുതിയ ആത്മാക്കളല്ലേ, അവരെ നിത്യതയെക്കുറിച്ച് പറഞ്ഞ് അവരെങ്ങനെ പാസ്റ്റർ അവരെങ്ങനെ അത് എടുക്കും? നമ്മുടെ മിസ്റ്റേക്കാണ്, അവരുടെ കുഴപ്പമൊന്നുമല്ല. നമുക്ക് ഈ വളഞ്ഞ വഴിയെ പണ്ട് വക്രഗതി യൂത പറയുന്നത് വക്രഗതിയെ പണ്ട് നമുക്ക് വക്രഗതികളും നക്ഷത്രങ്ങളാണ്. അതുപോലെ നമ്മളതായതുകൊണ്ട് പ്രശ്നം. ഇനിയുള്ള തലമുറകളെ നല്ല നിത്യതല പ്രത്യാശ നല്ല വചനം പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് അവരെ ഒരുക്കുക. 6 മാസം കൊണ്ടൊക്കെ അവരെ ഉറപ്പിക്കണം കർത്താവിൽ. നമുക്ക് പറ്റിപ്പോയ പരാജയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. നമുക്ക് പറ്റിപ്പോയി ബ്രദറെ, ഇങ്ങനെ സംഭവിച്ചു പോയി, നമുക്ക് ഒരുപാട് സമയമെടുത്ത് നമുക്ക് ക്രിസ്തുവിലേക്ക് മടങ്ങി വരാനായിട്ട് പറഞ്ഞു കൊടുത്ത്, നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് പറഞ്ഞ് പ്രാർത്ഥിച്ച് നോക്ക്, കർത്താവ് നിങ്ങളെ സഹായിക്കും. ഇനി അല്പസമയം മാത്രം നമുക്ക് മുമ്പിലുള്ളൂ കേട്ടോ. ജീവൻ ആഗ്രഹിക്കുക, ആ നിത്യജീവനെക്കുറിച്ച് ആഗ്രഹിക്കുക. ശുഭകാലം, വരാൻ പോകുന്ന ശുഭകാലം, കർത്താവ് വാഴാൻ പോകുന്ന ശുഭകാലമാണ് നമ്മുടെ കാലം. ഈ ലോകത്ത് ഒന്നും കിട്ടത്തില്ല, ഇവിടെയും കിട്ടത്തില്ല. എത്ര വലിയ കോടിക്കണക്കിന് രൂപ കിട്ടുന്ന ജോലിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഇതൊന്നും ശുഭകാലമല്ല. ഒരു ശുഭകാലവും ഇല്ല നമുക്കിവിടെ. എത്ര ഉണ്ടെങ്കിലും അല്ലേ, ഷുഗർ വന്നാൽ പിന്നെ ഉണ്ട അടയൊക്കെ കണ്ട, പിന്നെ പായസമൊക്കെ കണ്ട അതിനെ കാണിക്കാന്നല്ലാതെ വേറെ വഴിയില്ല നമുക്ക്. എൻ്റെ കാര്യം പറഞ്ഞതാ. ഇന്നലെയും കണ്ടപ്പോൾ 2 ഗ്ലാസ് കുടിച്ചു, എന്നാലും കുഴപ്പമില്ല. അവിടെ ഉത്തമൻ ചേട്ടൻ അവിടെ ഉണ്ട്. അത് മധുരം കുറഞ്ഞാന്ന് ഞാൻ തന്നെ പറഞ്ഞു, മധുരം കുറവാണെന്ന് എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചു. എന്നിട്ട് ഞാൻ എടുത്ത് കുടിച്ച്. എന്തൊക്കെ സൂത്രപ്പണിയെന്ന് അറിയാമോ? എന്തുവാട്ടെ ഞാൻ പറഞ്ഞു പോകാരെ ഇതായി ഓക്കെ വിട്ടുപോകുക. ഇതൊന്നും ഇവിടെ ഒരു ശുഭവും ഇല്ല. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ശുഭകാലം. പാട്ടണിയില്ല, പരിവട്ടമില്ല, രോഗമില്ല, അല്ലെ മരണമില്ലാത്ത നിത്യതയിൽ പിതാവിൻ്റെ മക്കളായി, ദൈവത്തിൻ്റെ മക്കളായി. ഞാൻ ആ വാക്യം എടുക്കാം. സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, അവർ ദൈവമക്കളെന്ന്, ദൈവദൂതൻ, ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുന്ന വാക്ക് അവിടെ. അതിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് 82-ാം സംഘത്തിലാണ്. അവിടെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ എഴുതി വെച്ചിരിക്കുക ആ ദൈവപുത്രന്മാർ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ദൂതന്മാരെക്കുറിച്ചല്ല. ഇന്ന് ആത്മീയകുളത്ത് ഒരുപാട് സ്റ്റഡി ദൂതന്മാർ എന്ന് പറഞ്ഞാൽ ദൂതന്മാരെക്കുറിച്ചാണ്. അല്ല, അതിൻ്റെ പേര് എല്ലോഹീം എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. മൂലഭാഷ ഗ്രീക്കിൽ, ഹീബ്രുവിൽ എല്ലോഹീം.
ഇത് സാക്ഷാൽ ദൈവത്തിൻ്റെ പേരാ. അതേ പേരാ ദൈവം നമുക്കിട്ടിരിക്കുന്നത്. ചിന്തിക്കാനും പോലും കൈകാലും വിറച്ചു പോകും നമുക്ക്. നമ്മുടെ പൂച്ചയുടെ മക്കൾ പൂച്ചയല്ലാതെ പട്ടിയാവൂ? ഇല്ലല്ലോ. ദൈവത്തിൻ്റെ മക്കൾ ദൈവം തന്നെയാണ്. അത്രയും നമ്മളെക്കുറിച്ചുള്ള വിളിയും തിരഞ്ഞെടുപ്പും നമ്മുടെ എന്താ പറയുക, നമ്മുടെയൊക്കെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മൾ ഹൃദയത്തിലേക്ക് വരുമ്പോഴല്ലോ, പ്രകാശിക്കുമ്പോൾ നമ്മൾ തന്നെ ഭയപ്പെട്ടു പോകും പലപ്പോഴും. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അത്രയും അതാണ്. നമ്മളിലേക്ക് കൊണ്ടുപോവുകയും ആ ജീവൻ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്തിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഭൂമി ആകാശം കത്തിപ്പോകാൻ പോകുന്നു, ന്യായവിധി വരാൻ പോകുന്നു അല്ലേ, എന്നൊക്കെ സംഭവിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് കർത്താവ് പറയുക, നിങ്ങൾ ഈ ആയുസ് എന്താഗ്രഹിക്കണം? നിത്യജീവനെ ആഗ്രഹിക്കണം, സ്വയ ജീവൻ ആഗ്രഹിക്കണം. 2, ശുഭകാലം വരാൻ പോകുന്നുണ്ട് നമുക്ക്. നമ്മുടെ ഇവിടെയല്ല ശുഭകാലം, അവിടെയാണ് ശുഭകാലം. ഓക്കെ, അവൻ വരുമ്പോഴാണ് നമുക്ക് സംഭവിക്കുന്നത് അല്ലേ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെ, ഇന്നൊരു ലൈസൻസും ഇല്ലല്ലോ നമുക്ക്, ഒരു ലൈസൻസും ഇല്ല. നമ്മൾ 2 പേരും കൂടിയാൽ പിന്നെ മൂന്നാമത്തെ ഇല്ലാത്തവനെ കുറ്റം പറയത്തുള്ളൂ. അവൻ വന്നാൽ പിന്നെ വേറൊരുത്തരെ കുറ്റി നമുക്ക് കുറ്റം പറയത്തുള്ളൂ. എന്തൊക്കെ പരിപാടിയെന്നറിയാമോ? ഇടയ്ക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാൻ തോന്നുന്നു നമുക്ക്. ഞാൻ മോശക്കാരനും അല്ലേ, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്തുവാ? ദോഷം ചെയ്യാതെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളാൻ. എന്തിനു വേണ്ടിയാ അല്ലേ? ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം. ഇത് നമ്മോട് ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മൾ പറയും കർത്താവ് നമ്മളെ കൊണ്ട് ചെയ്യിച്ചോളും, കർത്താവ് സമയമാകുമ്പോൾ കൊണ്ടുപോയിക്കോളും എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെയല്ല, നമ്മൾ ചെയ്യണം. നമ്മൾ കാൽ വെച്ചാൽ കർത്താവ് നമ്മളിവിടെ ചെയ്യും. ഇപ്പോൾ മത്തായി 28-ാം അധ്യായത്തിൽ നിങ്ങൾ പുറപ്പെട്ടു പോയി പിതാവിൻ്റെ പുത്രനെ വരികയല്ലേ പറഞ്ഞിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പോയാൽ മാത്രമേ പരിശുദ്ധാത്മാവ് ഇടപെടാൻ കഴിയത്തുള്ളൂ. വാ തുറന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവ് ഇടപെടാൻ കഴിയത്തുള്ളൂ. നമ്മൾ ചെയ്യേണ്ടതാ. നമ്മൾ ഇനിയും ഒരു ഇംഗ്ലീഷ് വാക്കുണ്ടല്ലോ, കൺഫർമേഷന് വേണ്ടി കാത്തിരിക്കുക. പലപ്പോഴും നമ്മൾ കൺഫർമേഷൻ കിട്ടിയിട്ട് വർഷം 2000 കഴിഞ്ഞു, 2000 ആകാൻ പോകുന്നു, എഴുതി ഒപ്പിട്ട് വെച്ചിരിക്കുക. നമുക്ക് ഇന്നും കൺഫർമേഷൻ വേണ്ടി കാത്തി ചുമ്മാ നമുക്ക് എന്താ പറയുമ്പോൾ എങ്ങനെ ഊരിപ്പോകാൻ നോക്കിയാൽ നമ്മളെല്ലാവരും. അപ്പോൾ ദോഷം ചെയ്യാതെ വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അല്ലേ, അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്ക് തുറന്നിരിക്കുന്നു. കാരണം കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. നീതിമാന്മാരെ, ആരാ നീതിമാന്മാർ? പിതാവിൻ്റെ ഇഷ്ടം അറിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുമാണ്. മനസ്സായോ? പിതാവിൻ്റെ ഇഷ്ടം അറിഞ്ഞ് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് നീതിമാന്മാർ അല്ലേ. എന്നാൽ കർത്താവിൻ്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. വാക്യം വായിച്ചോ. എന്നാൽ കർത്താവിൻ്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവരാകുന്നു എങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവർ ആറ് അല്ലേ പറയുക. അപ്പം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പറയുക. ഇതെന്തിനു വേണ്ടി ഇങ്ങനെ പറയാം? നിങ്ങൾ ദോഷം വിട്ട് അകലുക, നിങ്ങൾ അല്ലേ, നിങ്ങൾ വ്യാജം പറയരുത്, അതിർത്തെ സൂക്ഷിക്കുക. എന്തുകൊണ്ടാണ് പറഞ്ഞത്? എന്തിനു വേണ്ടി നമ്മളത് ചെയ്യുന്നത്? നമുക്കൊരു ഭാവി കാലമുണ്ട്, നമുക്കൊരു നിത്യജീവനുണ്ട്. ആ ശുഭകാലത്തിലേക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങാൻ വേണ്ടിയാ. മനസ്സാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇപ്പോൾ ജർമ്മനി പഠിക്കാൻ വേണ്ടി ജർമ്മൻ ഭാഷ പഠിക്കുന്നില്ല ആൾക്കാർ ഇവിടെ. അതൊക്കെ കുഴപ്പമില്ല നമുക്ക്. പക്ഷേ ഇത് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇതത് തന്നെ ജർമ്മൻ ഭാഷയല്ല, ഇത് കർത്താവിൻ്റെ ഭാഷയായത്. എന്തിനു വേണ്ടിയാ? ആ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയാ. ആ ലോകത്തിൽ ഇതൊന്നുമില്ല. ഓക്കെ, 102-ാം സങ്കീർത്തനം 26-ാം വാക്യം. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും, അവ മാറിപ്പോകുകയും ചെയ്യും. ഇതെന്ന് ഭൂമിയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഭൂമി ആകാശത്തെക്കുറിച്ച്, മാറിപ്പോകുന്ന ഭൂമി ആകാശത്തെക്കുറിച്ച് പറയുന്ന വാക്യങ്ങളാണ്. യെശയ്യാവിൻ്റെ പ്രവചനം 51-ാം വാക്യം. നിങ്ങളുടെ കണ്ണ് ആകാശത്തിലേക്ക് ഉയർത്തുവിൻ, താഴെ ഭൂമിയെ നോക്കുവിൻ. ആകാശം പുക പോലെ പൊയ്പോകും, ഭൂമി വസ്ത്രം പോലെ പഴകും, അതിൽ നിവാസികൾ ഇന്ന് രസമായ വാക്കല്ലേ, കൊതുക് പോലെ ചത്തുപോകും. എന്നാൽ എൻ്റെ രക്ഷ എന്നേക്കും ഇരിക്കും, എൻ്റെ നീതിക്ക് നീക്കം വരികയുമില്ല. അപ്പോൾ അതുകൊണ്ട് വിവരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഭൂമി കത്തിയൊഴിയാൻ പോകുക, ഒരു വസ്ത്രം പോലെ ചുരുട്ടി അങ്ങ് മാറ്റാൻ വെക്കാൻ പോവുകയാണ്. ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 10 മുതൽ 12 വരെ പഠിക്കുമ്പോൾ കർത്താവ് നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു അല്ലേ. പൂർവ്വകാലത്തും അല്ലേ, ആകാശവും നിൻ്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു, അവ നശിക്കുമെന്ന് എബ്രായ കർത്താവായ പൗലോസ് ആയിരിക്കണം അല്ലേ എഴുതി വെച്ചിരിക്കുക. നീയോ നിലനിൽക്കും, അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. പഴകിയോ? ഭൂമി പഴകിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം അല്ലേ, പഴകിക്കൊണ്ടിരിക്കുക. പഴയ പോലത്തെ ഈ പണ്ട് ഒരു 10 ഞാനൊക്കെ ചെറുപ്പകാലത്തിലൊക്കെ ആകുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് കുറച്ച് എന്താ പറയുക, ഈ പയറ് മണികളും ഒക്കെ വിതക്കും. എന്നാലും കുഴപ്പമില്ല, ആൾക്ക് ഒരു കുടുംബത്തിൽ ജീവിക്കാവുന്ന കിട്ടും.
ഈയിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ ഇപ്പുറത്ത് അവർ അനിയില്ല ആങ്ങളും ഒരു പാവക്ക നട്ടു. അപ്പോൾ ഞങ്ങൾ അവർ പോവുകയായിരുന്നു. നട്ട് വെള്ളമൊക്കെ നനച്ചുകൊണ്ടിരിക്കുക. പക്ഷേ വളർന്നു വന്നപ്പോൾ ഉണ്ടല്ലോ ഇത്രയുള്ള കുഞ്ഞിക്കൻ ചെറിയ പാവക്ക ഒന്നിനും കൊള്ളത്തില്ല. അവസാനം ഈ കഴിഞ്ഞ ദിവസമാണ് വെട്ടി അവിടെ പുറത്തിട്ടിരിക്കുക. ഞാൻ റോട്ടിൽ കൂടി വന്നപ്പോൾ ഞാൻ മിന്നും കൂടി വന്നപ്പോൾ കണ്ടതാണ് വെട്ടി തീക്ക് വേണ്ടി കത്തിക്കായിട്ടിരിക്കുക. അപ്പോൾ പണ്ട് അങ്ങനെയില്ല. പണ്ട് ഞാൻ കുഞ്ഞായിരുന്ന സമയത്തൊക്കെ എൻ്റെ കാര്യം പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞായിരുന്ന സമയത്തൊക്കെ എന്തെങ്കിലും വിതച്ചാൽ അത് എന്തെങ്കിലും മുളച്ച് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതില്ല, ഒന്നുമില്ല. അപ്പോൾ ഭൂമി എന്ത് ചെയ്യുക? പഴകിക്കൊണ്ടിരിക്കുക. പാപത്താൽ അത് മലിനപ്പെട്ടുകൊണ്ടിരിക്കുക. അതാ കാരണം. പാപത്താൽ ഭൂമി മലിനപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നീ എന്നിട്ട് പറയുക, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നിൻ്റെ സംവത്സരങ്ങൾ അവസാനിക്കുമില്ല. അപ്പോൾ ഈ സംവത്സരം, ഈ 7 ദിവസം എന്ന് പറയുന്ന 7000 വർഷം സംവത്സരം അത് അവസാനിക്കുന്നതാണ്. അതിനകത്ത് നമ്മളെ ദൈവം സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ അവിടെ നിന്നാണ് ആ നിൻ്റെ സംവത്സരങ്ങൾ അവസാനിക്കാത്ത ആ സംവത്സരത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടാൻ പോകുന്നത്, അല്ലേ? ആ നശിക്കുന്ന സമയപരിധിക്കുള്ളിൽ നിന്ന് നാം പരിധികളില്ലാത്ത അപ്പുറത്തേക്ക് ലോകത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടാൻ പോകുകയാണ്. ഈ ഭൂമിക്ക് സമയപരിധിയുണ്ട്, എല്ലാം അവസാനമുണ്ട്. എന്നാൽ അവസാനമില്ലാത്തൊരു ലോകത്തിലേക്ക്, അല്ലേ, നേരത്തെ ഭാവി കാലം, ശുഭകാലം എന്നൊക്കെ പറയുന്ന അപ്പോസ്തലന്മാർ പറയുന്ന ആ കാലത്തിലേക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ജർമ്മൻ ഭാഷ പഠിച്ച് നമ്മൾ ജർമ്മനിയിലേക്ക് പോകുന്നത് പോലെ, അല്ലേ? അതുപോലെ ഇപ്പോൾ നമ്മളൊരു ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുക, ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്ന ഭാഷ, അല്ലേ, പഠിച്ച് നമ്മളെ കൊണ്ടുപോവുക. നീയോ അനന്യൻ, നിൻ്റെ സംവത്സരങ്ങൾ അവസാനിക്കുമില്ല എന്ന് പറയുന്നു. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ എവിടം വരെ വന്ന് നിൽക്കുന്നത്? ഭൂമിയും ആകാശങ്ങളും കത്തിപ്പോയിരിക്കുക. അതിനുശേഷം എന്താ സംഭവിക്കാൻ പോകുന്നത്? ബൈബിളിൽ വാക്കിയുള്ള കാര്യങ്ങളുണ്ട്. അതിനുശേഷമാണ് ശൂന്യതയിൽ, എൻ്റെ വാക്ക് ശ്രദ്ധിക്കണം, ഭൂമിയൊന്നുമില്ലല്ലോ, ശൂന്യതയിൽ ദൈവം തൻ്റെ സിംഹാസനം കെട്ടി ന്യായപീഠം വെച്ച് ദൈവം അവിടെ ന്യായം വിധിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയറാണോ? അതിൻ്റെ പേര് ദ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻറ്റ്, വെള്ള സിംഹാസന ന്യായവിധി. വലിയ വെള്ള സിംഹാസന വേദവസം പഠിപ്പിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് നല്ലൊരു ക്ലാസ്, ആഴമായ ക്ലാസ് നമുക്കുണ്ട്. നല്ല രസമാണ്. ഇപ്പോൾ നമുക്ക് ന്യായവിധിയുണ്ട്. ഈ ന്യായവിധികളൊക്കെ അവിടെ കയറി വരും. പല വ്യത്യസ്തമായ ന്യായവിധികൾ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിക്കുന്നത് അതിൽ നിന്നും പോയി പെടാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ ലാസ്റ്റ് 31 വാക്യം അടിക്കുമ്പോൾ കാണുന്നില്ലേ, നിങ്ങൾ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. നമ്മൾ ഇന്ന് വിധിക്കേണ്ട ആൾക്ക് നമ്മൾക്കൊരു ന്യായപീഠത്തിൽ ദൈവം കയറ്റിയിരുത്തിക്കുക. എന്തിനു വേണ്ടിയെന്നറിയാമോ? ജാതികളുടെ കൂടെ നമ്മൾ വിധിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഇന്ന് ആ ന്യായപീഠത്തിൽ നമ്മൾ കയറിയിരിക്കുക. നമ്മെ തന്നെ വിധിച്ചാൽ നമ്മൾ വിധിക്കപ്പെടുകയില്ല. അപ്പോൾ ഇപ്പോൾ വിധിക്കാതെ നമ്മൾ മരിച്ചു പോയാൽ ഇവിടെ വന്ന് പെടാതിരിക്കാൻ നോക്കണം. എൻ്റെ വാക്ക് ശ്രദ്ധിക്കണേ. ഇപ്പോൾ വിധിക്കേണ്ടത് വിധിച്ച്, നമ്മുടെ കാര്യം പറയുക, നാം വിധിക്കേണ്ടത് വിധിച്ച്, തെറ്റൊക്കെ മാറ്റിവെച്ച്, ക്ഷമയോദിക്കേണ്ടത് ക്ഷമയോദിച്ച് നാം ഇന്ന് ജീവിക്കുന്നുവെങ്കിൽ, മരിച്ചിട്ടല്ല ഇപ്പോൾ ചെയ്യുന്നുവെങ്കിൽ നമ്മൾ ഇതിനു മുമ്പിൽ നിൽക്കേണ്ടി വരത്തില്ല. എന്നാൽ ഇതൊന്നും ചെയ്യാതെ ഇവിടുന്ന് മാറ്റപ്പെട്ടു പോയാൽ ഈ പറഞ്ഞ വെള്ള സിംഹാസന ന്യായവിധിയുടെ മുമ്പിൽ, ഏറ്റവും വലിയ സിംഹാസനമായ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് ഞാൻ ഓർപ്പിക്കുക നിങ്ങളെ. ഒട്ടനവധി പെന്തക്കോസുകാർ ഇതിനു മുമ്പിൽ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് എന്നെ കർത്താവെ എന്ന് വിളിക്കുന്നവരുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അടുത്ത വാക്യം പറയുന്നു, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ചു, വീര്യപ്രവൃത്തി ചെയ്തു. കർത്താവ് പറയും, ഞാൻ അറിയുന്നത് പോലുമില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവനെ, അധർമ്മികൾ, വാക്യം ശ്രദ്ധിക്കണം, അധർമ്മികൾ, അല്ലേ? നരകത്തെക്കുറിച്ച്, പിശാചിനെക്കുറിച്ച് പറയുന്ന വാക്കുകൾ അതെല്ലാം അവിടേക്കാണ് പോകാൻ പോകുന്നത്. ഓക്കെ, ഞാൻ വിടുകയാണ്. അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് ദ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻറ്റ്, വലിയ വെള്ളസിംഹാസന ന്യായവിധി. ഇതിനു മുമ്പ് 5 കൂട്ടം ആൾക്കാരുടെ ഉയർപ്പ് സംഭവിക്കും. ഇതിനു മുമ്പ് 7 ഉയർപ്പിൻ്റെ നിരകളാണ് ഉള്ളത്. അതിൽ 5 കൂട്ടം ആൾക്കാരുടെ ഉയർപ്പ് 1000 ആണ്ടിന് സ്ഥാപിക്കുന്നതിന് തൊട്ട് മുമ്പ് 5 കൂട്ടം ആൾക്കാർ ഉയർത്ത് വരും. അവരാണ് 1000 ആണ്ടിൽ രാജാക്കന്മാരായി വാഴാൻ പോകുന്നത്. ഓക്കെ, അതിനുശേഷം 2 കൂട്ടരെ ദൈവം കൈവിട്ട് മാറ്റിവെക്കും. അവരുടെ ശരീരം മണ്ണിൽ കിടക്കും, അവരുടെ സോള് അല്ലെങ്കിൽ അവരുടെ ആത്മാവ് പാതാളത്തിൽ, എവിടെയെങ്കിലും ആയിരിക്കും, എന്തോ ആവട്ടെ, പിന്നീട് പഠിക്കാം, എവിടെയെങ്കിലും ആയിരിക്കും, പാതാളത്തിലോ അല്ലെങ്കിൽ സ്വർഗ്ഗം എവിടെയെങ്കിലും ആയിരിക്കും. ബാക്കി 2 കൂട്ടരുണ്ട്. ആ 2 കൂട്ടർക്കുള്ള ന്യായവിധിയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. എൻ്റെ വാക്ക് ക്ലിയർ ആണോ? നമ്മൾ പഠിച്ചിട്ടില്ല, എന്നാലും ജസ്റ്റ് ചിന്തയ്ക്ക് വേണ്ടി വിട്ടുപോകുക. ആദ്യത്തെ 5 കൂട്ടർ 1000 ആണ്ടിന് തൊട്ട് മുമ്പ് ഉയർക്കുന്ന കാണാൻ കഴിയും. ആദ്യത്തെ ഉയർപ്പ് ആരെയാ? ഒരു പാറയാ? ആദ്യം ഉയർത്തുന്നേറ്റത്. തല പോകാതെ ശരീരം പോകത്തില്ല, യേശു. രണ്ടാമത് ക്രിസ്തുവിനുള്ളവർ, വിശുദ്ധന്മാർ, കർത്താവ് ചേർക്കാൻ വരുന്ന വിശുദ്ധന്മാർ.
മൂന്നാമത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതാണ് ഇടയിൽ മധ്യാകാശത്തിൽ എന്താ പറയുക, 3.5 വർഷത്തിൽ അതിനൊന്നും ഒരു വാക്യം പറഞ്ഞ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, അർദ്ധരാത്രി വരുന്ന മണവാളിനെ കുറിച്ച് പഠിച്ചു അല്ലേ, മനസ്സിലായോ? പിന്നീട് 2 പേരെ നമുക്ക് കാണാൻ കഴിയും. അടുത്ത 3.5 വർഷക്കാലത്തിൽ സുവിശേഷം പറയാൻ ഇല്ലാത്ത സമയത്തിൽ 2 പേരെ സുവിശേഷം പറയാൻ വേണ്ടി ഇറക്കി വിടും. ഓക്കെ, ഞാൻ പേര് പറയുന്നില്ല, കൺഫ്യൂഷൻ വേണ്ട അല്ലേ. ആ പേരുള്ള 2 പേർ വന്ന് ഭൂമിയിൽ വന്ന് മരിക്കും, അവരും ഉയർത്തെഴുന്നേറ്റ് പോകും. അടുത്തത് പഴയ നിയമ വിശുദ്ധന്മാർ ആരൊക്കെയാണോ അവരെല്ലാവരും, പഴയ വിശുദ്ധന്മാരെല്ലാവരും 1000 ആണ്ടിന് തൊട്ട് മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. അവർ ഈ 5 ഗ്രൂപ്പുകാരാണ് പഠിക്കാൻ അതിനെക്കുറിച്ചൊക്കെ പിന്നീട്. ഈ 5 ഗ്രൂപ്പുകാരാണ് ഇവർ ഒരുമിച്ച് 1000 ആണ്ടിൽ. ഇവർക്ക് എല്ലാവർക്കും വ്യത്യസ്ത തേജസ്സായിരിക്കും, വ്യത്യസ്ത എന്താ പറയുക നിലകളായിരിക്കും. എല്ലാവരും ഒരുമിച്ചല്ല പോകുന്നത്, എല്ലാവർക്കും വ്യത്യസ്ത. കാരണം ഓരോ കാറ്റഗറിക്കാർക്കും അവരുടെ തേജസ്സിന് വ്യത്യാസമുണ്ട്, വിശുദ്ധിക്ക് വ്യത്യാസമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ബാക്കി 2 കൂട്ടർ അന്നും മണ്ണിക്കിടക്കും. മനസ്സിലാവുന്നുണ്ടോ? ആ 2 കൂട്ടർക്കുള്ള ന്യായവിധിയെക്കുറിച്ച്, അവസാന വെള്ള സിംഹാസന ന്യായവിധിയെക്കുറിച്ച് പറയാൻ പോവുകയാണ്. അതും കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാൻ പോകുക. ഇതോടുകൂടി ഈ പുസ്തകം അവസാനിക്കുന്നു, ദൈവത്തിൻ്റെ പ്രൊജക്റ്റും അവസാനിക്കാൻ പോവുകയാണ്. നോക്കിയേ, 2 കൂട്ടരായി ദൈവം ന്യായം വിധിക്കുന്നുണ്ടല്ലേ. നമുക്ക് കാണാൻ കഴിയും, അവിടെ ജീവങ്കിലേക്ക് പോകുന്നവരുണ്ട്, നരകത്തിലേക്ക് പോകുന്നവരുണ്ടല്ലേ. 2 പേരും മണ്ണിക്കിടക്കേ. ഇപ്പോൾ 1000 ആണ്ട് കഴിഞ്ഞു, കത്തിപ്പോയി, എല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ന്യായവിധി സംഭവിക്കുക. നോക്കി, അപ്പോൾ അതിൻ്റെ പേരാ ചെമ്മരിയാടെയും കോലാടെയും വേർതിരിക്കുന്ന ഒരു സിംഹാസനമുണ്ട്. അതിനെക്കുറിച്ച് പറയാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ 15 വരെ പഠിക്കുമ്പോൾ, ഞാൻ വലിയൊരു വെള്ള സിംഹാസനം, അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും കത്തി അഴിഞ്ഞു പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചുപോയവർ അല്ലേ. അപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്കല്ല, മരിച്ചവർക്കുള്ള ന്യായവിധിയാണത്. മരിച്ചവർ ആരൊക്കെയാ? ആബാലവൃദ്ധം. ഇവിടെ കുഞ്ഞുങ്ങളുണ്ടോ? ബാലന്മാർ തുടങ്ങിയാണ് ന്യായവിധി വരുന്നത്. കുഞ്ഞുങ്ങൾ മരിച്ചാൽ എവിടെ പോകുന്നൊക്കെ ചോദ്യം പലരും പണ്ടൊക്കെ ഇവിടെ എനിക്കറിയത്തില്ല ചോദിക്കാറുണ്ട്. ഇവിടേക്ക് ആ വാക്കിന് അർത്ഥം വരും. നിങ്ങൾക്ക് ഏകദേശം പിടുത്തം കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു അല്ലേ. ബാലന്മാർ തൊട്ട് വൃദ്ധന്മാർ വരെ എല്ലാവരും സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. യോഹന്നാൻ എഴുതി വയ്ക്കുക, യോഹന്നാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് എഴുതി വയ്ക്കുക, ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ. പുസ്തകങ്ങൾ തുറന്നു. അപ്പോൾ ഒരു പുസ്തകമല്ല, പുസ്തകങ്ങൾ തുറന്നു എന്നാണ് പറയുന്നത് അല്ലേ. ജീവൻ്റെ പുസ്തകം എന്ന് പറയുന്ന മറ്റൊരു പുസ്തകവും തുറന്നു. അപ്പോൾ ഇത് എങ്ങനെയുള്ള പുസ്തകമാണ്? നിത്യജീവൻ്റെ പുസ്തകമാണ്. ഒരുപാട് പുസ്തകങ്ങളുണ്ട്. സ്മരണയുടെ പുസ്തകമുണ്ട്, കുഞ്ഞാടിൻ്റെ ജീവപുസ്തകമുണ്ട്, ജീവൻ്റെ പുസ്തകമുണ്ട് അല്ലേ, യഹോവയുടെ പുസ്തകമുണ്ട്, ഒരുപാട് പുസ്തകങ്ങളുണ്ട്. കർത്താവ് അനുവദിച്ചാൽ എപ്പോഴെങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. എല്ലാം വ്യത്യസ്തമായ പുസ്തകങ്ങളുമാണ്. അപ്പോൾ പുസ്തകത്തിൽ എന്നിട്ട് ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. നോക്കിയേ അല്ലേ, ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവരാ. അപ്പോൾ ഈ കൂട്ടരല്ല. നമ്മുടെ ഫോട്ടോ വല്ലതും ഉണ്ട് ആ കൂട്ടത്തിൽ? നമ്മുടെ ഒന്നും ഫോട്ടോ ഇല്ലല്ലേ. അപ്പോൾ ആ കൂട്ടരാ അല്ലേ, ആ കൂട്ടരാ. അപ്പോൾ നോക്കിയേ, അവർക്ക് ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവരാ. അവർ ഈ പറഞ്ഞ 5 കൂട്ടരിലും അവർ ഉയർത്തെഴുന്നേറ്റില്ല. കാരണം അവർക്ക് രക്ഷ കിട്ടി. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ പല വാക്യം പഠിക്കുമ്പോൾ, അവർ സ്വർഗത്തിൽ ജാതികളെ കാണാമെന്ന് പറയുന്നുണ്ട്. ജാതികൾ ജീവവൃക്ഷത്തിൻ്റെ ഇല കഴിച്ച് ജീവിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് വാക്യങ്ങൾ പുതിയ നിയമത്തിൽ കാണാൻ കഴിയും. അവിടെ ഇംഗ്ലീഷ് ബൈബിൾ ദേ ആർ സേവ്ഡ് പീപ്പിൾ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട് കഷ്ടി 210 മാർക്ക് മേടിച്ച് SLC പാസ്സായവർ. വിശുദ്ധി പൂർണ്ണമായില്ല, തേസ്കരണത്തിലേക്ക് നടക്കാൻ കഴിഞ്ഞില്ല, വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരാൻ കഴിഞ്ഞില്ല. വിശ്വാസം ജസ്റ്റ് 210 മാർക്ക് മേടിച്ച്, എനിക്ക് നല്ലോണം അറിയാം, കാരണം ഞാൻ അത്രയും മേടിച്ചിട്ടുള്ള ഇത് 210 മാർക്ക് മേടിച്ച് കഷ്ടി കുഷ്ടി കയറിപ്പോയ ആൾക്കാരാണ്. നല്ലോണം പറയുമ്പോൾ എനിക്ക് നല്ലോണം അറിയാതെ അല്ലേ. കയറിയപ്പോൾ എനിക്ക് ശ്വാസം വിടില്ലായിരുന്നേ അല്ലേ. ആ ശ്വാസപ്പെടി ഞാൻ വിട്ടതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ 210 മാർക്ക് മേടിച്ചരാ. അവർക്ക് വിശുദ്ധി പൂർണ്ണമാകില്ല. അതുകൊണ്ടാണ് നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് പഠിക്കാം എപ്പോഴെങ്കിലും. അവർക്ക് കുഞ്ഞാടിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കും. അവർക്ക് വെളിച്ചമില്ല, കാരണം വിശുദ്ധീകരണം പ്രാപിച്ചില്ലല്ലോ. അവർ ജീവിക്കുന്നത് എങ്ങനെയാ? അവർ ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിക്കാതെ ആടിനെപ്പോലെ ഇല കഴിച്ച് ജീവിക്കും. കാരണം രോഗശാന്തിക്ക് വേണ്ടി, കാരണം ഇല്ലെങ്കിൽ എന്തെങ്കിലും പറ്റുമായിരിക്കും, എനിക്ക് അറിയത്തില്ല അല്ലേ. അതുകൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരു കൂട്ടം ജനമാണ് ആ കാണുന്ന കൂട്ടം. കഷ്ടി 210 മാർക്ക് മേടിച്ചവർ. ഇവ പറഞ്ഞേക്കരുത്, അവിടെയെങ്കിലും പോയാൽ മതി എന്ന് പറഞ്ഞേക്കരുത്. എന്തെങ്കിലും ഏറ്റവും കുറഞ്ഞു പറഞ്ഞാൽ അതെങ്കിലും മതി നമുക്ക്. ഇപ്പോൾ ദാവീദ് പറഞ്ഞു, നിൻ്റെ ആലയത്തിലെ കാവൽക്കാരനായിട്ടെങ്കിലും. ഇപ്പോൾ നമ്മളും പറയും, കർത്താവ് കാവൽക്കാരനായിട്ടെങ്കിലും മതി എന്ന് പറയും.
നമ്മളെ വിളിച്ചത് കാവൽക്കാരനാകാനാണെങ്കിൽ കർത്താവിന് യേശു തൻ്റെ പുത്രനെ അല്ലേ, പിതാവ് തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ഓക്കെ, എന്തുവാവട്ടെ. അപ്പോൾ ആ ജീവൻ്റെ വസ്തു ആ കാണുന്ന അപ്പുറത്ത് കാണുന്ന അല്ലേ, കോലാടല്ല, നമ്മളെക്കുറിച്ചല്ല, ചെമ്മരിയാടിനെക്കുറിച്ച്, അവരെക്കുറിച്ചാണ് പറയുന്നത്. 2 കൂട്ടം ജനങ്ങൾ 2 വേർതിരിച്ച് ന്യായം വിധിക്കുന്ന സമയമാണത്. അതിൽ ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവർ, ജീവന പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു, പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ളവരെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളം അല്ലേ, മരണം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ മരണത്തെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഏത് ദുഷ്ടനാകട്ടെ നീതിമാനാകട്ടെ മരിച്ചാൽ ഒരു ദിവസം ഉയർപ്പുണ്ട്. ദുഷ്ടന്മാർക്കും ഉയർപ്പുണ്ട്, നീതിമാന്മാർക്കും ഉയർപ്പുണ്ട്. മനസ്സിലായോ? ദുഷ്ടന്മാർക്ക്, അതുകൊണ്ട് കർത്താവ് ദുഷ്ടന്മാർ മഞ്ഞും മഴയൊക്കെ പെയ്ക്കുന്നുണ്ട്, പക്ഷേ 2 പേരും ഉയർത്തേ മതിയാകും. അവരുടെ ശരീരം ഇന്ന് എവിടെ കിടക്കുന്നത്? മണ്ണിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ മരണം ഏൽപ്പിച്ചു കൊടുക്കും. അവരുടെ സോൾ എവിടെയാണ് കിടക്കുന്നത്? പാതാളത്തിൽ. അതുകൊണ്ട് പാതാളം അവരെ സോളിനെ ഏൽപ്പിച്ചു കൊടുക്കും. എന്നിട്ട് കൂടി ചേർന്നിട്ടാണ് അവരുടെ മുമ്പിൽ, ന്യായവിധിന് മുമ്പിൽ പോയി നിന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഓ, മനസ്സിലായി? ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം മരണവും പാതാളവും തന്നിലുള്ളവരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവൻ്റെ പ്രവർത്തിക്കെടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും എന്ന് പറഞ്ഞ ഏതാണ്? എന്ന് വെച്ചാൽ മനുഷ്യനല്ലേ, പൂർണ്ണ മനുഷ്യൻ. മരിക്കുമ്പോൾ നമ്മുടെ ശരീരം മണ്ണിലേക്ക് പോകുന്നു, നമ്മുടെ സോളും സ്പിരിറ്റും കടങ്ങിന് പോട്ടെ അല്ലേ. നല്ലവനാണെങ്കിൽ ആ സ്വർഗത്തിലേക്ക് എവിടെയെങ്കിലും റെസ്റ്റിംഗ് പ്ലേസിലേക്ക് പോകും, ഇല്ലെങ്കിൽ പാതാളത്തിലേക്ക് പോകും അല്ലേ. അപ്പോൾ എന്തുവാകട്ടെ, അപ്പോൾ ഇത് മരിച്ച ശേഷം, ഉയർപ്പ് കഴിഞ്ഞ ശേഷം ഇതെല്ലാം വന്ന് കൂടിച്ചേരുകയാണ്. ഏത് മനുഷ്യൻ ഉയർത്തേ മതി. അത് ദുഷ്ടനാകട്ടെ, കൊലപാതകയാവട്ടെ, ഏത് ദുഷ്ടനാണെങ്കിലും അവനും ഉയർക്കണം. നീതിമാന്മാരാണെങ്കിലും ഉയർത്തേ മതിയാകത്തുള്ളൂ. അപ്പോൾ എന്നിട്ട് എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് ഈ വെള്ളസിംഹാസനം മുമ്പിൽ വന്ന് നിൽക്കും. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ, ഏതാ തീപ്പൊയ്ക? ഈ തീപ്പൊയ്ക ഏതാ? ആ ഗന്ധം കത്തുന്ന തീപ്പൊയ്കയാണത്. നരകമാണ്. ഗഹന്ന എന്ന് പറയുന്ന നരകത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. തീപ്പൊയ്ക രണ്ടാം മരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സോള്, മനുഷ്യൻ്റെ സോള് എന്നേക്കുമായി ദൈവത്തിൽ വിട്ട് അകന്നു പോകുന്നു. ഒന്നാം മരണം എന്താ? താൽക്കാലികമായി അവൻ ദൈവത്തെ വിട്ട് അകന്നുപോയി. അതാ മരണത്തിൻ്റെ അർത്ഥം വേർപാട്. താൽക്കാലികമായി മനുഷ്യൻ ദൈവത്തെ വിട്ട് അകന്നുപോയി ഉൽപ്പത്തി പുസ്തകത്തിൽ. എന്നാൽ രണ്ടാം മരണം അതല്ല, എന്നേക്കുമായി മനുഷ്യൻ്റെ സോള് അല്ലെങ്കിൽ മനുഷ്യൻ ദൈവത്തെ വിട്ട് അകന്നു പോകുകയാണ്. ഇനി ഒരിക്കലും ദൈവമായിട്ടൊരു ബന്ധമുണ്ടാകത്തില്ല. ഇത് വല്ലാത്തൊരു ന്യായവിധിയാണത്. പിന്നെ നരകം മാത്രമേ അവിടെയുള്ളൂ, നമുക്കല്ല അല്ലേ. നരകം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അവിടെയില്ല. അത് എന്നേക്കുമാ, നമുക്ക് അതിന് ദിവസം പോലും പറയാൻ കഴിയത്തില്ല. എന്നിട്ട് പറയും, ജീവോസ്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പോൾ 2 കൂട്ടരുടെ ന്യായവിധിയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. 2 കൂട്ടർ, ഒന്ന് ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവർ, 2 ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവർ. ചെമ്മരിയാടിയെ കോലാടിയെ വേർതിരിക്കുന്നത് പോലെ അല്പം വേർതിരിക്കുന്ന നമുക്കിവിടെ കാണാൻ കഴിയും. ഇതിൻ്റെ ഒരു ചെറിയൊരു അംശം മാത്രമാണ് 7 വർഷ പീഡനകാലത്തിൽ ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു വേറൊരു വേഷം അക്ഷരികമായി ഇവിടെ സംഭവിക്കുന്നതിന് മുമ്പ്, തൊട്ട് മുമ്പ് ഒരു അല്പം മാത്രം സംഭവിക്കുന്ന ഒരു പീസാണ് ഏത്? 7 വർഷ പീഡനകാലത്തിൽ ജാതികളെ വേർതിരിച്ച് മെതികോ താഴ്വരെ കൊണ്ടുവന്ന് ആ മെതികോ താഴ്വരെ ദൈവം കർത്താവ് ന്യായം വിധിക്കുന്നത് ചെറിയൊരു ഇതിൻ്റെ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. ഇത് പൂർണ്ണമാകുന്നത് എവിടെയാ? 1000 ആണ്ടിൽ ഒടുക്കത്തിൽ വെള്ളസിംഹാസന. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കൂടുതലായിട്ടൊന്നും ഞാൻ സംസാരിക്കുന്നില്ലല്ലോ, അധികം പ്രസംഗമില്ലല്ലോ. ഓക്കെ, മത്തായി 25-ാം അധ്യായം 31 മുതൽ 34, 46 വാക്യം പഠിക്കുമ്പോൾ, മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. ആ വാക്യം ശ്രദ്ധിക്കണം നിങ്ങൾ. ഇപ്പോൾ നമ്മുടെ ബൈബിൾ കോളേജ്, ഞാൻ പറഞ്ഞു ഒരുപാട് ബൈബിൾ കോളേജ് പഠിപ്പിച്ചിട്ടുണ്ട്, അവരുടെ സിലബസ് കണ്ടിട്ടുണ്ട് ഞാൻ. അവരെല്ലാവരും പറയുന്നത് കർത്താവ് 7 വർഷ പീഡനകാലത്തിന് ഒടുവിൽ ഈ ന്യായവിധി സംഭവിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവരെല്ലാ പുസ്തകത്തിലും ഒരേ വാക്യം, ഈ ഒരു വാക്യമാണ്. പക്ഷേ അവിടെ അങ്ങനെയല്ലത്. ഇവിടെ വാക്യം നോക്കിയേ, മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായിട്ടാണ് വരുന്നത്. 1000 ആണ്ടിന് മുമ്പ് 7 വർഷ പീഡനകാലത്തിന് ഒടുവിൽ ആരുമായിട്ടാണ് കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്? വിശുദ്ധ ദൂതന്മാരുമായിട്ടല്ല, പിന്നെ ആരുമായിട്ടാ? സകല വിശുദ്ധന്മാരുമായിട്ട്. വാക്ക് ശ്രദ്ധിക്കണം നിങ്ങൾ അല്ലേ, ചെറിയ വാക്കുകളാണ്.
സകല വിശുദ്ധന്മാരുമായിട്ടാ. ഇവിടെ അതല്ല, ദൂതന്മാരുമായിട്ടാണ് വരുന്നത്. എൻ്റെ വാക്കുകൾക്ക് വേണ്ട, കഴിയാറായി അല്ലേ? സകല ദൂതന്മാരുമായിട്ടാണ്. ഇവിടെയാണ് അതിൻ്റെ പൂർണ്ണത സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഓക്കെ. എന്നിട്ട് പറയാം, സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ചു. ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുൾ ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമായിക്കൊള്ളുവി എന്ന് പറഞ്ഞു. നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങളെന്നെ കാണാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ കുറേ വാക്കിൽ നിന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒടുക്കത്തെ ന്യായവിധിയിൽ 2 കൂട്ടരെ കാണാൻ കഴിയും, ചെമ്മരിയാടുകളെയും കോലാടുകളെയും. ഇതിൻ്റെ പൂർണ്ണത സംഭവിക്കുന്നത് ഈ 1000 ആണ്ടിന് ശേഷമായിരിക്കും. വെള്ളസിംഹാസനം ന്യായവിധിയുടെ മുമ്പിലായിരിക്കും. ഇത്ര നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 5 വരെ പഠിക്കുമ്പോൾ, അലിയോ ധനവന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ മറുപടിയിടുവിൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പും പുഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ച് ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. നമ്മൾ ഇന്ന് ശേഖരിക്കുന്ന പലതും നാം ഈ ന്യായം വിധിക്കാൻ എഴുന്നേറ്റ് വരും. ഒരു പഴയ നിയമം പഠിക്കുമ്പോൾ കട്ടിലെന്നല്ല പറയുന്നത്, എന്നെ പറഞ്ഞത് അന്താഴം എന്താ പറയില്ലേ, ഈ വീടിനെ ഇങ്ങനെ വെക്കുന്ന സാധനത്തിന് വരെ കഴുക്കോലൊക്കെ നമുക്ക് വേണ്ടി സംസാരിക്കും. ഞാൻ പ്രവാചകന്മാരെ വാക്ക് പറയുക, കഴുക്കോല് പോലും, നമ്മൾ സംസാരിച്ച വാക്കുകൾ പോലും ന്യായവിധി മുമ്പിൽ പറഞ്ഞു കൊടുക്കുമെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ കൂട്ടിവെച്ച സ്വർണം പോലും എന്ത് മനോഭാവത്തോടെ കൂടി കൂട്ടിവെച്ചത് അതുപോലും അവിടെ എല്ലാം എടുത്തു പറയുന്നൊരു ന്യായവിധിയായിരിക്കും അത്. എന്നിട്ട് പറയാം, നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചു വെച്ചല്ലോ, അത് നിങ്ങളുടെ അടുക്കൽ നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളെ കർത്താവിൻ്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ചു പുളച്ച് കുലദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. സമ്പത്തും ദൈവരാജ്യം എന്ന് പറയുന്ന ക്ലാസ് പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ആഴമായി പഠിക്കും നമ്മൾ. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും അടുത്താണ് ഈ ന്യായവിധി ഉണ്ടാകാൻ പോകുന്നത്. അത് ദുഷ്ടനാകട്ടെ നീതിമാന്മാരാകട്ടെ, അല്ലേ? ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവർ അവർ സ്വർഗത്തിലേക്ക് കടന്നു പോകുകയാണ്. അതിന് വേറെ ഇതുണ്ട്, പുതിയ ഭൂമി എന്ന് ഞങ്ങൾ പറയും. അതിനെക്കുറിച്ച് പിന്നീട് പഠിക്കുമ്പോൾ മനസ്സിലാവും. മരിച്ചവർ ആവാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകം തുറന്നു, പുസ്തകത്തിൽ പേരുള്ളവരെല്ലാം നിത്യജീവങ്ങളിലേക്ക് കടന്നു പോകുന്നുണ്ട്. നമ്മളാണോ ഇത്? നമ്മളാണോ ഈ കൂട്ടരെ? നമ്മളാണോ ഈ കൂട്ടരെ? എസ് നോ? ഇങ്ങനെ പണ്ട് കുരിശ് വരക്കും. അല്ല അതെ അല്ല കുരിശ് വരക്കും നമ്മൾ. ഇത് നമ്മളാണോ? ഞാൻ ഈ 8-9 മാസമായി കടന്ന് ഈ തൊണ്ട കയറി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കൂട്ടർ നമ്മളാണോ? ഇത് 1000 ആണ്ടിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവരാ. അവിടെ പോയാൽ മതിയോ? ഇത്രയും ഞാൻ ഈ തൊണ്ട കയറുന്ന മുഴുവൻ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെ പോയി? ഇതിനൊക്കെ മുമ്പേ 5 ഉയർപ്പുകൾ സംഭവിച്ചു കഴിഞ്ഞു. കർത്താവ് ഉയർത്തു കഴിഞ്ഞു. അവന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടി സഭ ഉയർത്തുപോയി, അല്ലേ? പകുതിയിൽ, അതിൻ്റെ പീഡനകാലത്തിൻ്റെ പകുതിയിൽ വരുന്ന അവരുയർത്തുപോയി. അയ്യോ, ഗ്രഹിച്ചോ നിങ്ങൾ? ഇത് നിത്യജീവങ്ങളിൽ കാണും. പുതിയ ഭൂമിയിൽ നമ്മൾ അവിടെയും വാഴും. നിങ്ങൾ ഞായറാഴ്ച ബൈബിൾ ക്ലാസ് കേട്ടോ, ഇവിടെക്കുറിച്ച് പറയും. നമ്മളിവിടെ വാഴും, ഇവരുടെ മേൽ വാഴും നമ്മൾ. ഇവർ തേജസ് പ്രാപിക്കാത്ത, വിശുദ്ധി പ്രാപിക്കാത്തവർ, കഷ്ടി 210 മാർക്ക് മേടിച്ചവർ. നമ്മൾ പണ്ടേ ഈ സ്വഭാവം ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ ചോരയൊന്നും പോകില്ലല്ലോ, അല്ലേ? നമ്മളല്ലേ ഇത്? 7 ഉയർപ്പിൻ്റെ നിലകളിൽ 2 കൂട്ടർ, 6-7 കൂട്ടരെ അവർ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇതിനു വേണ്ടി കാത്തിരിക്കില്ല സഹോദരങ്ങളെ. അതിനു വേണ്ടിയാണെങ്കിൽ ഇത്രയും വലിയ തൊണ്ടയിടേണ്ട ആവശ്യം എനിക്കില്ല. ഹല്ലേലൂയ. ഇത് 1000 ആണ്ടിനൊടുവിൽ വെള്ളസിംഹാസന ന്യായവിധിയിൽ ഉയർത്തെഴുന്നേറ്റ് വരുന്ന ജനമാണ് ഇവരെല്ലാവരും. പക്ഷേ ജീവൻ്റെ പുസ്തകത്തിൽ പേരുണ്ട്. വിശ്വാസം കാത്തു സൂക്ഷിച്ചു. അവർ കഷ്ടി 210 മാർക്ക് മേടിച്ച് രക്ഷപ്പെട്ടവരാ. മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മളല്ല. ഓക്കെ. രണ്ടാമത്, ജീവൻ്റെ പുസ്തകത്തിൽ പേരില്ലാത്തവർ, അല്ലേ? ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. നല്ല രസമുള്ള തീപ്പൊയ്കയേക്കാം. നല്ല അവിടെ തണുപ്പും ചൂടൊന്നും ഉണ്ടാവില്ല, ചൂട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നേരെ അവനിങ്ങോട്ടും തള്ളിവിടും. ഇതോടുകൂടി 7 ഉയർപ്പിൻ്റെ പരിപാടിയും കഴിയും.
അത്ര നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? ഇതോടുകൂടി പരിപാടി അസ്തമിക്കുക നമ്മുടെ എല്ലാം. അതുകൊണ്ടാണ് വെളിപ്പാട് 20:10 അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചനം കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡന സഹിക്കേണ്ടി വരും. പിന്നെ അവൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനമാണ് ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. ഇവർ നിത്യദണ്ഡനത്തിലേക്ക്, നീതിമാന്മാരായി നിത്യജീവനിലേക്ക് പോകും. ഇത്ര പറഞ്ഞ് മനസ്സിലായോ? ഇതോടുകൂടി 7000 വർഷത്തെ ദൈവത്തിൻ്റെ പ്രൊജക്റ്റ് അവസാനിക്കുക. നിത്യത മുതൽ ഇനി കഴിഞ്ഞിട്ട് പോകരുത്. ധൃതി പിടിക്കല്ലേ, കഴിഞ്ഞിട്ടില്ല. നമ്മൾ തുടങ്ങിയപ്പോൾ ദൈവത്തിനൊരു പ്രൊജക്റ്റ് ഇഷ്ടമുണ്ടായിരുന്നു, സ്വപ്നം, ഒരു കിനാവ്, ദൈവത്തിൻ്റെ കിനാവുണ്ടായിരുന്നു. എന്താ അത്? എർത്ത്ലി ഫാമിലിയിൽ നിന്ന് ഒരുപറ്റം മനുഷ്യരെ ഹെവൻലി ഫാമിലിയിലേക്ക് ചേർക്കുന്ന പരിപാടിയായിരുന്നു നമ്മുടെ പരിപാടി. മറന്നു ഇത് മറന്നു പോകരുതേ. ഇത് പോയാൽ എല്ലാം മാറിപ്പോയി. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇതായിരുന്നു ദൈവത്തിൻ്റെ പ്രൊജക്റ്റ്. പിന്നീട് നമ്മളെല്ലാം കാണുന്നത് മറ്റൊന്നുമില്ല. 5 മിനിറ്റ് വൈകിയാലും കുഴപ്പമൊന്നുമില്ല അല്ലേ? ഉൽപ്പത്തി 1:26 അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിന് സാദൃശ്യത്തിന് മനുഷ്യനുണ്ടാക്കി, പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു പോയി അല്ലേ? വീണ്ടും യോഹന്നാൻ 1:12 ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് മാറ്റി. എന്നിട്ട് വെളിപ്പാട് ദിവസം 21:6 എല്ലാം സംഭവിച്ചു തീർന്നു. എന്താ സംഭവിച്ചത്? 21:7 പറയുന്നു, ഞാൻ അവർക്ക് പിതാവും അവർക്ക് എനിക്ക് മക്കളുമായി തീരുന്നു. ദൈവത്തിൻ്റെ പ്രൊജക്റ്റ് അവിടെ അവസാനിക്കുകയാണ്. എത്ര മനോഹരമായ പ്രൊജക്റ്റാ അല്ലേ? നിന്നെ ഭൂമിയിൽ അനുഗ്രഹിക്കും അല്ലേ? നിന്നെ വാലല്ല തലയാക്കുന്ന പരിപാടിയാണത്? അല്ല, സ്വർഗീയന്മാരാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ പരിപാടിയാണത്. ഇത് ഇവിടെ ലോക്കൽ പരിപാടിയല്ല. ഇത് അല്ലേ ദൈവത്തിൻ്റെ ബിസിനസ്, ഈ തക്കാളി കച്ചവടം, മെടക്ക കച്ചവടം പരിപാടിയല്ല. ഇത് മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കി ഉളവാക്കുന്ന പരിപാടിയാണത്. എത്രയൊക്കെ മനസ്സായത്? അകത്ത് കയറിയോ? നിത്യത മുതൽ നിത്യത വരെയുള്ള പരിപാടി ഇവിടെ അവസാനിച്ചു. എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമുക്കിനി വീട്ടിൽ പോകാം. അതൊക്കെ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഇതാണ്. ഇത്രയും കാര്യം നിങ്ങൾ പഠിക്കുക. നോട്ട്സ് വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തരാം. തരുന്നവർ നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നവരും ആയിരിക്കണം. എങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരും.